ഗംഭീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണു ഭദ്രം മൃത്യുമുക്തിനമാമിഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ. ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മപ്രഹ്ലാദ. विनाश नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिल प्रभात की जय। कर प्रमाण की हरि हरि बोल। ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ ശൈല മാതാജി ആൻഡ് സുഗതൻ പ്രഭു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. രതിദേവി മാതാജിക്ക് കണ്ടാൽ തന്നെ അറിയാം അതൊന്നും മാറിയിട്ടില്ല എന്ന്. ഇപ്പോഴും ചുമക്കുന്നതൊക്കെ കണ്ടു നാമം ജപിക്കുന്നതിന്റെ ഇടയ്ക്ക്. അപ്പം മാറിയില്ല, ചുമയാ. തൊണ്ട അടച്ചിരിക്കുക. ചുമയുണ്ട്, പനി മാറുന്നില്ല. 10-13 ദിവസമായി മരുന്നും കഴിച്ചു, എന്നിട്ടും അതെ കുറയുന്നില്ല. ഹരേ എന്തായാലും കൃഷ്ണ. മാതാജിക്ക് എത്രയും വേഗം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ധ്യാന യോഗത്തിലേക്കാണ് പോകുന്നത്. ധ്യാന യോഗം 6-ാമത്തെ അധ്യായം. അപ്പം ഇതിലെ എത്രാമത്തെ ശ്ലോകം എന്ന് എടുക്കണ്ടേ? 7, 8, 9. ഓ, ഹരേ കൃഷ്ണ. 6-ാമത്തെ അധ്യായം ശ്ലോകം 7. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതം ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ജിതാത്മനഃ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജിയുടെ വിവരമൊന്നും അറിയാനില്ല. എനിക്കൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശബ്ദം കേട്ടു. ഞാൻ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒച്ചയില്ല. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഏതാ ശ്ലോകം? ശ്ലോകം 7. അധ്യായം 4. അധ്യായം 6. ഒരു മിനിറ്റ്, വിളക്ക് വെക്കേ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് മാതാജി ഇത് എടുത്തോളൂ. നമ്മള് ശിലപ്രഭാതയുടെ പദാനുപതി തർജ്ജമ. ജയ ശിലപ്രഭ. ജിതാത്മന മനസ്സിനെ നിയന്ത്രിച്ചവനായി പ്രശാന്തസ്യ മനോനിയന്ത്രണത്താൽ പ്രശാന്തനായിരിക്കുന്നവന് ശീതോഷ്ണ സുഖദുഃഖേഷു ശീത ഉഷ്ണങ്ങളിൽ സുഖദുഃഖങ്ങളിലും തഥാ അപ്രകാരം മാനാപമാനങ്ങളിലും പരമാത്മാവ് സമാഹിത അടുത്തു തന്നെ ഇരിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. ദിവ്യങ്കിരി സി ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭാത്. ജയ ശില പ്രഭാത്. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു
കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ തന്നെ. അതിന്റെ ഭാവാർത്ഥന്റെ ആദ്യം മാതാജി എടുത്തെങ്കിൽ വായിക്കാം. എടുത്തു പ്രഭു. ശ്ലോകം വായിക്കണോ? വേണ്ടല്ലോ. ഉണ്ടാകണം. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓരോ ജീവാത്മാവും ഭഗവത് കൽപ്പിതങ്ങളായതു നിറവേറ്റാൻ ചുമതലപ്പെട്ടിരിക്കുന്നു. ആ സർവേശ്വരൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി വാഴുണ്ടുതാനും. മനസ്സ് ബാഹ്യമായ മായാശക്തിയാൽ വഴിതെറ്റിക്കപ്പെടുമ്പോൾ മനുഷ്യൻ ഭൗതിക പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ്. ഏതെങ്കിലും ഒരു യോഗാനുഷ്ഠാനം വഴി മനോനിയന്ത്രണം നേടിയാൽ പ്രാപ്യസ്ഥാനം പൂകിയെന്നു കണക്കാക്കാം. ഒരാൾ ഉത്കൃഷ്ടനായ അധികാരിയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കണം. മനസ്സ് ഉത്തമ പ്രകൃതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പരമകൽപ്പന അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഉന്നതമായ നിർദ്ദേശത്തെ മനസ്സ് സ്വീകരിക്കുകയുള്ളൂ, അതിന് വഴങ്ങുകയും വേണം. പരമാത്മാവിന്റെ നിർദ്ദേശം തനിയെ അനുസരിച്ചു കൊള്ളുമെന്നതാണ് മനോനിയന്ത്രണത്തിന്റെ ഫലം. കൃഷ്ണാവബോധത്തിൽ ഒരാൾക്ക് ഈ അതീന്ദ്രിയ അവസ്ഥ ഉടനെ കൈവരുന്നത് കൊണ്ട് ആ ഭക്തനെ സുഖദുഃഖങ്ങൾ, ശീതോഷ്ണങ്ങൾ എന്നിങ്ങനെയുള്ള ഭൗതിക ജീവിതത്തിലെ ദ്വന്ദ്വങ്ങൾ ബാധിക്കുകയില്ല. പ്രായോഗികമായ സമാധി അല്ലെങ്കിൽ പരമാത്മാവിൽ മുഴുകുക എന്നതാണ് ഈ അവസ്ഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ ഒരു ശ്ലോകം നമ്മൾ പറയുമ്പോൾ അതിന് മുൻപേയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ധ്യാനത്തെ പറ്റിയാണ് പറയുന്നത്. സത്യയുഗത്തിലൊക്കെയുള്ള പ്രോസസ്സാണ്. പക്ഷെ ഭഗവാൻ അത് ഇവിടെ ദ്വാപരയുഗത്തിലാണ് ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നതെങ്കിലും അത് നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും പറഞ്ഞു തരികയാണ്. അതായത് ഒരുപാട് മാർഗങ്ങളുണ്ട് മോക്ഷത്തിലേക്കുള്ള. അതിലെ എല്ലാ മാർഗങ്ങളും ഭഗവാൻ പറഞ്ഞു തന്നിട്ട് ഇതിൽ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നാണ് അവസാനത്തെ അധ്യായത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, ഇനി നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാവുന്നു. അതുപോലെ തന്നെ നമുക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ അതിന്റെ ഈ ശ്ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ അതിന്റെ അടുത്ത കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എന്താണ് പറയാ? മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സത്ര ബന്ധു, അത് തന്നെയാണ് ശത്രു എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ ബദ്ധാത്മാക്കൾക്കൊക്കെ മനസ്സിന് നമ്മുടെ ശത്രുവായിട്ടും വരും, മിത്രമായിട്ടും വരുമെന്ന് ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. പിന്നെ അടുത്ത ശ്ലോകത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു മനസ്സിനെ ജയിച്ചവതിന് മനസ്സ് തന്നെയാണ് സുഹൃത്ത്, അതിന് കഴിയാത്തവന് മനസ്സ് പരമശത്രു തന്നെയായിരിക്കും. ഇത് തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞിരിക്കുന്നു അല്ലേ? മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് മിത്രം, അല്ലെങ്കിൽ ആ മനസ്സ് അവന് പരമശത്രുവുമായി മാറും. അപ്പൊ ഈ മനസ്സിനെ ജയിക്കാനായിട്ട് മനോനിയന്ത്രണം, ഇതിന്റെ ഒരു പ്രക്രിയയാണല്ലോ യോഗ, അല്ലെ? ശാരീരിക അഭ്യാസങ്ങളിലൂടെ അത് നമ്മുടെ പതഞ്ജലി മഹർഷി ഒക്കെ ആ യോഗസൂത്രമൊക്കെ രചിച്ചപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ള ഇന്ദ്രിയങ്ങളെ ആണ് മനസ്സിലേക്കുള്ള ആ ഒരു ഗേറ്റ് വേ എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ? ഈ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ മനസ്സിലെ ഈ സിഗ്നൽസ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ മനസ്സിങ്ങനെ ഒരു കയറൂരി വിട്ട കുതിരയെ പോലെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമുക്ക് ഇപ്പൊ ഫ്ലൈറ്റിന് പോവാണെങ്കിലും എനിക്ക് തോന്നുന്നു 10-12 മണിക്കൂർ വേണമായിരിക്കും അമേരിക്കയിലേക്ക് ചെല്ലാനായിട്ട്. മനസ്സ് ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ അംശത്തിനുള്ളിൽ തന്നെ അമേരിക്കയിൽ പോയിട്ട് വരും അല്ലെ? അപ്പൊ എത്ര വേഗത്തിലാണ് മനസ്സ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന അതിലും അപ്പുറമാണ് അല്ലെ? അപ്പൊ മനസ്സിനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ് അല്ലെ? അപ്പം നമുക്ക് ഇതേപോലെ നമുക്ക് മനസ്സിനെ നമുക്ക് കോടിക്കണക്കിന് കിലോമീറ്ററിലെ ഗോലോക വൃന്ദാവനത്തിലേക്ക് അയക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ള ഭൂലോക വൃന്ദാവനത്തിലേക്കും മനസ്സിനെ അയക്കാം. പക്ഷെ ആ മനസ്സ് അങ്ങനെ പോകുമോ? അവിടെ നിൽക്കാനായിട്ട് അത് കൂട്ടാക്കത്തില്ല ഒരിക്കലും. അങ്ങനെ വൃന്ദാവനത്തിൽ പോയി കുറെ നേരം നിൽക്കാനായിട്ട് മനസ്സ് കൂട്ടാക്കുക. നമ്മള് സാധാരണഗതിയില് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ, ഭൗതികമായിട്ടുള്ള എന്റർടൈൻമെന്റ് സിറ്റീസിലൊക്കെ പോയിട്ടാണെങ്കിൽ മനസ്സ് വേണേൽ കുറെ കൂടുതൽ നേരം അവിടുത്തെ വർണ്ണശബളങ്ങളായ കാഴ്ചകളിലൊക്കെ കൂടുതൽ നേരം തങ്ങി അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ മനസ്സ് എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തിരിച്ചെത്തും. മനസ്സ് കാറ്റിനേക്കാളൊക്കെ ഭയങ്കര വേഗതയാണ്. കാറ്റിനെ പിടിച്ചെടുത്തെങ്കിൽ മനസ്സിനെ പിടിച്ചെടുത്തില്ല പറ്റത്തില്ല എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ടല്ലേ? അപ്പൊ മനസ്സ് തന്നെ നമ്മുടെ ശത്രുവായിട്ടും വരും, മിത്രമായിട്ടും വരും. മനസ്സിനെ കീഴടക്കിയാൽ
മനസ്സിനെ കീഴടക്കാൻ അപ്പൊ എന്താ ഉപായം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. എന്താണ്? ഇന്ന് ആൾക്കാരെ ആരെയും കാണുന്നില്ലല്ലോ. അതെ, ധ്യാനം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ധ്യാനത്തിലേക്ക് കയറിയോ? വീട്ടിലിരുന്ന് ധ്യാനം ചെയ്യുവാന്ന് തോന്നുന്നു. തലകുത്തിയിരുന്നല്ലേ? അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നു നാട്ടില്. അപ്പൊ അങ്ങനെ ആൾക്കാരെ ഒന്നും കാണുന്ന പോലും ഇല്ല. അപ്പൊ മനസ്സിനെ കീഴടക്കാനായിട്ടുള്ള യാത്രയിൽ മനസ്സിനെ കീഴടക്കാൻ നമുക്ക് പറ്റിയത് മന്ത്രം. മനസ്സിനെ കീഴടക്കാൻ, മനസ്സിനെ ത്രാണനം ചെയ്യാനായിട്ട് മന്ത്രം. അപ്പൊ ആ മന്ത്രം ഏതാണ്? നമുക്കറിയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ. രാമ ഹരേ ഹരേ. ഇത് എത്ര വർഷം ജപിച്ച് 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 വേണം ഈ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താനായിട്ട്, അല്ലേ? ഇത്ര സാധാരണഗതിയിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങ് അടിമപ്പെടുന്ന ഒരാളല്ല മനസ്സ്. അതൊരു വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ മനസ്സിനെ ഒന്ന് അടിമപ്പെടുത്താനായിട്ട്. അത്രയ്ക്ക് അതങ്ങ് കയറൂരി വരിക. എത്ര പ്രായം ചെന്നവരിലാണെങ്കിലും ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അല്ലെ? 80 വയസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് കൊച്ചുപിള്ളാരുടെ മനസ്സാണ്, അല്ലെ? അപ്പം ഈ 10-80 വയസ്സായി കഴിയുമ്പോഴത്തേന് എങ്ങനെയാ നമ്മളുടെ മനസ്സിങ്ങനെ കയറൂരി നടക്കില്ല. അപ്പൊ നമ്മൾ കൊച്ചുപിള്ളാരുടെ രീതിയിലാണ് പ്രവൃത്തി, അല്ലെ? നമുക്കറിയാം 6ഉം 60ഉം ഒരുപോലെയാണെന്ന് ചിലപ്പോൾ ചിലർ പറയുന്നേക്കാം, അല്ലെ? ശരിക്കും അത് 60 അതിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 80 കഴിഞ്ഞ് പോകുന്നൊരു സമയത്തിൽ നമുക്കറിയാം നമ്മളുടെ അപ്പൂപ്പന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു വീട്ടിലുള്ളവരൊക്കെ അറിയാം, അവർ കൊച്ചുപിള്ളേരെക്കാളും കഷ്ടം, അല്ലെ? പറഞ്ഞാൽ ഒന്നും അനുസരിക്കത്തില്ല. അപ്പൊ നമ്മൾ പറയും കൊച്ചു പിള്ളേർക്കിട്ടാണ് 2 അടി കൊടുക്കാറുണ്ട്. ഇവരെ എങ്ങനെ പറഞ്ഞ് ആ ആ മര്യാദക്ക് ഇരുത്തും? പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അനുസരണ ഇല്ലല്ലോ എന്ന് പറയും, അല്ലെ? കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്, അല്ലെ? ദേഷ്യപ്പെടുക. എന്നാൽ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, എന്നാ വയസ്സും പ്രാപിച്ചെന്നില്ല, നാമവും ചൊല്ലി എവിടെയെങ്കിലും ഭക്ഷണവും കഴിച്ച് അവിടെ അങ്ങ് ഇരുന്നാ പോരേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ മനസ്സ് ചെറുപ്പമാണ്. ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഈ അവസ്ഥയുള്ളൂ. മനസ്സ് എന്ത് ചെയ്യുക? കൊച്ചുപിള്ളാരെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറയാത്ത ചീത്തകളൊന്നും കാണില്ല, അല്ലെ? ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് നിർബന്ധ ബുദ്ധി കൂടുമ്പോഴത്തേക്കിന് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. കൊച്ചുപിള്ളേർ, നമ്മളുടെ കുട്ടികളെയൊക്കെയാണ് നമുക്കൊരു വടി വെച്ച് അടിക്കുക, അതും പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു, നമ്മൾ ഈ പ്രായമാകുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ, ഇനി എത്ര വർഷങ്ങളോടെ ഉണ്ട് ഈ ഒരു. അവരൊക്കെ ഈ 80-86 ഒരു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതുണ്ട്, പഴുത്ത പ്ലാവിലൊക്കെ വീണ് കാണുമ്പോ പച്ച പ്ലാവിലെ ചിരിക്കുന്ന അതേ അതെ അതെ അതെ. അവസ്ഥ നമുക്ക് വരാൻ അപ്പൊ പോണ പ്രഭു. നമ്മൾ ഈ ഭഗവത്ഗീത ഈ പഠിക്കുന്ന വ്യക്തികളായത് കാരണം പറയും, നാളെ നമ്മളും ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടതാണ്. അപ്പൊ നമ്മളുടെ മോനെ നമ്മളെ ഇത് കടുംവിട്ട് കണ്ടില്ലേ, പറഞ്ഞ കഴിഞ്ഞാൽ തീരെ അനുസരണയില്ല. ഇതിനെയൊക്കെ വല്ലതും കൊണ്ട് എന്നാ വൃദ്ധകേന്ദ്രത്തിലെ വല്ല ആക്കാഞ്ഞ എന്റെ തെറ്റ്. ഇംഗ്ലീഷുകാരൊക്കെ കാണിക്കുന്ന പോലെ എല്ലാ വൃദ്ധസദനത്തിലും കൊണ്ട് ആക്കുവാനെ അവിടെ കഴിഞ്ഞു കൂടിയതിന്റെ ഇത്. ഇവിടെ വീട്ടിലിരുന്ന് ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത്, അതിന് വല്ലതും കഴിച്ചത് ഇട്ട് അവിടെ എന്താണ് ഏമ്പക്കവും വിട്ടിട്ട് അവിടെ ഇരുന്ന് കിടന്നുറങ്ങിയാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ അവര് തയ്യാറല്ല. കാര്യം എന്താണ്? മനസ്സ് ഒരിക്കലും പ്രായം ചെല്ലില്ല. മനസ്സിന് എപ്പോഴും മനസ്സ് ചെറുപ്പമാണ്. 90 ആയാലും 100 ആയാലും മനസ്സിന് ഒരേ ചെറുപ്പം. നമ്മുടെ ശരീരം അനങ്ങത്തില്ല എന്നുള്ളൂ. മനസ്സുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ സിനിമയ്ക്ക് പോവാ, നമ്മളെ എന്താണ് 4 പേര് പേടിച്ച് വേണം വണ്ടിയെ കയറാണ്ട് സിനിമയ്ക്ക് പോകണം എന്നുള്ള അതിയായ ആഗ്രഹമാണ്. പക്ഷെ ഇവര് പോയി കഴിയുമ്പോൾ എന്താണ്? വീട്ടിലില്ലാത്ത പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കും ഈ പോയിട്ട് വരുന്ന സമയത്ത്, അല്ലേ? കാര്യം എന്താണ്? അവര് പോകുന്ന അവരോടുള്ള ആ ഒരു കുശുമ്പ്, അല്ലെ? എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, എന്റെ ഈ ശാരീരിക അവസ്ഥ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഇത്, എനിക്ക് പോകണമെന്ന ആഗ്രഹവും, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ പ്രായം ചെന്ന ആൾക്കാർ കാണിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു ഇതായിട്ട് കാണരുത്. കാര്യം നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. കാര്യം എന്താണ്? നമ്മൾ അതുകൊണ്ടാണ് ഈ ശാസ്ത്രം പഠിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സ് എപ്പോഴും ചെറുപ്പമാണ്, ഒരിക്കലും അതിന് പ്രായം ചെല്ലുന്നില്ല. അതിയായ ബുദ്ധിമുട്ടാണ്. അതായത് യോഗ പ്രാക്ടീസ് ചെയ്ത് 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 ആണ് എന്താണ് ശാരീരിക അഭ്യാസങ്ങളിലൂടെ ശ്വാസം നിയന്ത്രിച്ചൊക്കെയാണ് യോഗിവര്യന്മാരൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചത്.
നമുക്കറിയാമല്ലോ, നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, വിശ്വാമിത്ര മഹർഷി ധ്യാന ആ, സത്യയുഗത്തിലായിരുന്നു. ധ്യാനത്തിന്റെ ആ ഒരു പ്രോസസ് ഉള്ള സമയത്താണ് ശരിക്കും മെഡിറ്റേഷൻ ആണ് അദ്ദേഹം ചെയ്തത്. 60,000 വർഷത്തോളം മെഡിറ്റേഷൻ ചെയ്ത് അത് മുഴുവനും ആ മേനക വന്ന് 2 ചാട്ടം ചാടിയപ്പോൾ അത് മുഴുവൻ തകർന്നു പോയി, അല്ലേ? അപ്പം ആ ഒരു ആ, അവസ്ഥയാണ് നമ്മുടെ മനസ്സ് എന്ന് നമ്മൾ എപ്പോഴും കാണുന്നത്. മനസ്സ് എപ്പോഴും ആ ശൈശവ അവസ്ഥയിൽ തന്നെയാണ്. ഏത് വാർദ്ധക്യാവസ്ഥയിൽ നിന്ന് ശരീരം ആ, എത്ര ശരീരത്തിന് മാത്രമേ ഈ അവസ്ഥാഭേദങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആത്മാവിനോ മനസ്സിനോ അതുപോലെ തന്നെ ഈ പ്രായഭേദങ്ങളൊന്നും തന്നെ ബാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു, മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അപ്പൊ മനസ്സിനെ കീഴ്പ്പെടുത്തിയ ഒരാൾക്ക് ഒരു സമാധാനം തോന്നുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ആ ഈ മനസ്സിന്റെയും ആ ഇന്ദ്രിയങ്ങളുടെ എല്ലാം നാഥനായിട്ടുള്ള ആ ഭഗവാൻ പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ ഒരു പരമാത്മാവിന് വഴിപ്പെട്ടു എന്ന് വേണം കണക്കാക്കാൻ. മനസ്സ് അങ്ങനെ സാധാരണഗതിയിൽ ശാന്തനാകുമോ? ഇല്ല. അപ്പം മനസ്സിനെ എപ്പോഴെങ്കിലും ശാന്താവസ്ഥയിൽ കണ്ടു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ പരമാത്മാവിന് ആ, വഴിപ്പെട്ടു എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ തന്നെ. അങ്ങനെ ആ പരമാത്മാവിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ആ ഒരു മനസ്സിന്റെ അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് എന്താണ്? ചൂടുകാലമോ തണുപ്പ് കാലമോ മഞ്ഞോ മഴയോ അതുപോലെ തന്നെ സുഖമോ ദുഃഖമോ ഒന്നും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുകയില്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ തത്വം. അതായത് ആം, ഈ മനസ്സിനെ കീഴ്പ്പെടുത്തിയ അവസ്ഥയിലിരിക്കുന്ന ഒരാളെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഒരു ആത്മശാന്തി കാണുമ്പോഴാണ് നമുക്ക് ഇദ്ദേഹം പരമാത്മാവിൽ യിൽ കീഴ്പ്പെട്ടവനാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക്, അതായത് ആ പരമാത്മാവിൽ എന്താണ് ആ ഒരു ശരണാഗതി പ്രാപിച്ച ആ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുഖവും ദുഃഖവും മാനവും അപമാനവും അമാനീന മാനദേന കീർത്തനീയ സദാഹരി എന്നാണ് നമ്മൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദുഃഖവും അപമാനം ആരെങ്കിലുമൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതിനൊന്നും യാതൊരു പ്രശ്നവും അവർക്ക് ഉണ്ടാകില്ല. അത് എന്നെയല്ല പറഞ്ഞു, എന്റെ ശരീരത്തെയാ പറഞ്ഞു എന്നുള്ള അവസ്ഥയിൽ അതിനെ എടുത്തിട്ട് ആ ഒരു രീതിയിൽ അതിനെ കാണും. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. എനിക്ക് 2 ദിവസം മുൻപ് സംഭവിച്ച ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും പോകുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പ്രതിസന്ധികളാണ്. ഒരു വർഷത്തിൽ അല്ല 2 വർഷത്തിൽ കൂടുതൽ ഇങ്ങനെ ജോലി ഉണ്ടാകാറില്ല. പിന്നെയും പിന്നെയും ജോലിയുടെ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറിയും മറിച്ചും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ വീണ്ടും പ്രശ്നത്തില്ല, യുദ്ധമൊക്കെ വന്നു. അപ്പം എന്താണ് പറയുന്നത്, ഈ ആൾക്കാരെയൊക്കെ ലോങ് ലീവിന് വിട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുടുംബമൊക്കെ പോയി, എനിക്കും നാട്ടിലൊക്കെ പോയി പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ലീവായിട്ടിരിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ ലോങ് ലീവ് അടിക്കും. ലീവ് ചോദിക്കുന്നവരെയൊക്കെ വിട്ടു. അപ്പൊ അതെങ്ങനെ ഈ ഇരിക്കുക ചെയ്ത് നമുക്ക് അറിയാം, നമ്മളുടെ കഴിവുകൊണ്ടല്ല നമ്മള് ഈ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമുള്ള ഒരു പ്രോജക്റ്റിലേക്കാണ് എന്നെ ഇട്ടത്. ഇതിൽ ഒരുപാട് പേര് ഇട്ടെറിഞ്ഞിട്ട് പോയി. ഒരു ഹാൻഡിങ് ഓവറും ഇല്ല, ഒരു യാതൊരു ഹിസ്റ്ററി ഇല്ലാതെ 12 വർഷമായിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോജക്റ്റിലേക്കാണ് എന്നെ കൊണ്ട് ഇട്ടത്. അപ്പം അതൊരു 99% വരെ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് പറയാൻ കാര്യം, ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ധ്രുവസ്തുതി ജ്ഞാനാംബിക മാതാജിക്ക് ഞാൻ ഒരു നമസ്കാരം ചെയ്യുന്നു. കാര്യം മാതാജി ആണ് അത് എന്നെ ബൈഹാർട്ട് പഠിപ്പിക്കാനായിട്ട് കാരണമായത്. യോ അന്ത പ്രവശ്യ മമവാചിവാം പ്രസുപ്തം സഞ്ജീവന എത്യകില സത്യധര സ്വദാംന അന്യാശ്ച ഹസ്തചരണ ശ്രവണാതുഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പം നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മളുടെ അമാനുഷികമായിട്ട് നമുക്ക് തോന്നാവുന്ന പോലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ഐദർ ബൈ ടൈം എന്ന് പറഞ്ഞാൽ കാലം എന്ന് പറഞ്ഞാൽ ഭഗവാനാണല്ലോ. അപ്പം അങ്ങനെ സമയം കൊണ്ടോ അല്ലെങ്കിൽ
ഏതൊക്കെ രീതിയിലൊക്കെ അത് സോൾവ് ആയി അത് ഫിനിഷ് ചെയ്യുന്ന കാണാം. അപ്പൊ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേനും, കാര്യം ഞാൻ ഇലക്ട്രിക്കൽ ആണ് എൻ്റെ സബ്ജക്റ്റ്, പക്ഷെ എനിക്ക് അവിടെ 3 സബ്ജക്റ്റ്, ഒരാളുടെ സാലറിയിൽ ഞാൻ 3 പേരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ELV എന്ന് പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി മുഴുവൻ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് അതൊക്കെ അറിയാവുന്നിട്ടല്ല ചെയ്യുന്നത്, ഞാനത് ഫോഴ്സ്ഫുള്ളി ചെയ്യപ്പെടുകയാണ്. കമ്പനി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരാളെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഒരു ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ലെറ്റർ വരുവാണ്. കാര്യം കൺസൾട്ടന്റ് റിപ്പോർട്ട് ചെയ്തു ഈ പ്രോജക്റ്റിൽ എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർ ഇല്ല എന്നൊക്കെ പറഞ്ഞു. കാര്യം ആ ക്ലയന്റ് ആ ലെറ്ററിൽ പറയുന്ന കാര്യങ്ങള് അടിവരയിട്ട് വെച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ എന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഡിലേ അല്ല, മാനേജറിന്റെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആയിട്ട് പെൻഡിങ്ങിലായ വിഷയങ്ങളൊക്കെ അവരത് എന്റെ പേര് പറയാതെ ആരോപിച്ചിട്ടൊരു ലെറ്റർ ആ ക്ലയന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെപ്പാടെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഡള്ളായിട്ടിരുന്നു. കാര്യം നമ്മൾ മനസ്സിനെ നമുക്ക് പിടിച്ചാൽ കിട്ടുകയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ഈ കൃഷ്ണാവധം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അതിനെ നേരിടാൻ പറ്റും. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് മാറി. ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് അതിനോട് ഉൾക്കൊണ്ടു. കാര്യം ഇപ്പൊ എന്റെ മനസ്സ് തന്നെ എന്നോട് പറയുന്നു, എന്താണ് നമ്മള് ഈ ഈ പ്ലേസ് അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരം ഇതെല്ലാം ടെമ്പററി അല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ഈ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാ കൂടുതൽ നമ്മളിങ്ങനെ എന്താ പറയുന്നത് അതിന്റെ പുറകെ പോകുന്നത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ തന്നെ എന്നെ തന്നെ ഡിപ്രസ്ഡ് ആക്കിക്കൊണ്ട് അന്നാക്കി തന്നെ BP എല്ലാം കൂടുതലാണ്. ഇവിടെ എങ്ങാനും ഇടയ്ക്കിടയ്ക്ക് BP കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. എങ്ങാനും ഇവിടെ എങ്ങാനും വീണ് അകപ്പെട്ട് കയറി കഴിഞ്ഞാൽ ആരും ഇല്ല, ഇവിടെ മണം വന്ന് പുറത്ത് വന്നാലേ ആൾക്കാർ അറിയുള്ളൂ. ആ ഒരു അവസ്ഥയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. കാര്യം നമ്മളുടെ മനസ്സ് അങ്ങ് ഭയങ്കര ഡൗൺ ആയി പോയി. ഞാൻ ഇത്രയൊക്കെ ഞാൻ എന്താ വിചാരിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവരങ്ങനെ ചെയ്തല്ലോ എന്നോട്, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഈ പ്രോജക്റ്റിന് ഞാൻ ഇത്രയും വരെ എത്തിച്ചു, പക്ഷെ ഇതൊന്നും ഞാനല്ല ചെയ്തത്, എന്റെ കഴിവല്ല എന്ന് എനിക്ക് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ, ഞാൻ അത് ചിന്തിക്കുമായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയ ഒരു സമയമാണത്. അപ്പൊ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഈ ചൂടും തണുപ്പും എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാലാവസ്ഥ തന്നെയല്ല. നമ്മളുടെ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം അതിൽ വരും. ഇതിനെയൊക്കെ നമ്മള് എങ്ങനെ നമുക്ക് ഇപ്പം അറിയാം, രതിദേവി മാതാജി ഇപ്പൊ എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു ചുമയും തൊണ്ടവേദനയും ശബ്ദിക്കാൻ പറ്റാത്ത കാരണം അല്ലേ. നമുക്ക് കൃഷ്ണാവബോധത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാണ്ട് വളരെ ബുദ്ധിമുട്ട്. എനിക്കൊരു 3-4 ദിവസം BP കൂടി, അത് പിന്നീട് അങ്ങ് കുറഞ്ഞു. ആ അവസ്ഥയിൽ ഞാനിങ്ങനെ എന്താ പറയുക, വെള്ളം അടിച്ച് നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ നടക്കുന്ന ഈ ലെവലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലായി വെള്ളം അടിച്ച് നടക്കുന്ന ആൾക്കാരുടെ ആ ഒരു അവസ്ഥ അല്ലെ. തല നേരെ നിൽക്കുന്നില്ല, എപ്പം വേണേലും വീഴാമെന്നുള്ള ഒരു അവസ്ഥയ്ക്കിടെ ഞാനിങ്ങനെ പോയി നാമമൊക്കെ ജപിക്കുന്നുണ്ടെങ്കിലും 16 റൗണ്ട് എങ്ങനെയും ഒപ്പിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഏതോ ഒരു ലെവലിൽ കൂടെ ഇങ്ങനെയാ പോകുന്നത്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്ത്, നമ്മള് ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് എന്താണ് വളരെ തുച്ഛമായിട്ടുള്ള ആ ഒരു ജീവിതം ലൈഫ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് സറണ്ടർ ചെയ്ത് കൂടാ, അതിനു വേണ്ടിയിട്ടുള്ള യോഗ ചര്യകൾ ചെയ്തുകൂടാ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ചെയ്തുകൂടാ. അമാനീന മാനതേന കീർത്തനീയ സദാഹരി ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ മാനവും അപമാനവും, ഇപ്പൊ എനിക്ക് സംഭവിച്ചിരിക്കുന്ന അപമാനം, ഞാൻ അതിനെ എന്താണ് എന്റെ ശരീരത്തിന് പറ്റിയ മാനമല്ലേ. ശരീരം എന്ന് പറയുന്നത് വെറും ടെമ്പററി ആയിട്ടുള്ള സംഭവമാണ് അല്ലെ. ആ ടെമ്പററി ആയിട്ട് ഉള്ള സംഭവത്തിന് ഒരു അപമാനം സംഭവിച്ച എന്താണ്, അത് പോകുന്നതോടുകൂടി അതങ്ങ് നശിച്ചു പോകും അല്ലെ. ടെമ്പററി ആയിട്ടുള്ള സാധനം നശിക്കുന്നതോടുകൂടി ആ അപമാനവും അങ്ങ് നശിച്ചു പോകും. പെർമനന്റ് ആയിട്ടുള്ള ഭഗവാന്റെ അംശമായിട്ടുള്ള ആ ആത്മാവിന് എന്താണ് ഏതെങ്കിലും ഏക്കുവോ ഇല്ലേ. സച്ചിദാനന്ദ സ്വരൂപനാണ് അല്ലെ. ഒരപമാനങ്ങളും ഏക്കത്തില്ല. ഈ നശിക്കാൻ പോകുന്ന ഈ സാധനത്തിന്, ഈ ചലവും ചെളിയും ഒക്കെ നിറഞ്ഞിരിക്കും നിങ്ങൾ പുറമേ കാണുന്ന ഈ സാധനത്തിനുണ്ടായ അപമാനം എന്ത് അപമാനമല്ല. ഇത് നശിക്കുന്നതോടുകൂടി അപമാനവും അങ്ങ് പോകും. അങ്ങനെ വിചാരിക്കാനായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ടും ഒക്കെയുള്ള ഒരു ധൈര്യവും ആ ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അതായത് നമ്മളുടെ ജീവിതത്തിലെല്ലാം ഇന്ന് ഇപ്പൊ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞുകൂടി
നമ്മൾ ഭഗവാനോട് നന്ദി പറഞ്ഞു. അടുത്ത ദിവസം നമുക്ക് നല്ലതായിരിക്കണേ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ചില ദിവസങ്ങളിൽ സംഭവങ്ങൾക്കൊക്കെ തന്നെ വ്യത്യാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പല പല ഉയർന്ന നിലയിലുള്ള ഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. നമ്മളെക്കാളും ഒക്കെ എത്രയോ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് അവർക്ക് സംഭവിച്ചത്, അവരെങ്ങനെ അതിനെ നേരിട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഭഗവാന്റെ ഏത് പരമഭക്തരാണ് സുഖലോലുപരായിട്ട് ജീവിച്ചു പോകുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? ഒരു ഭക്തരുടെയെങ്കിലും കാര്യം വളരെ വളരെ സുഖലോലുപരായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയ ഏതെങ്കിലും ഒരു ഭക്തന്റെ കാര്യം നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയുക. അത്ര വളരെ ഈസി ആയിട്ട് നല്ല എല്ലാം എന്താണ് എല്ലാം നല്ല ഭയങ്കര സമ്പൽ സമൃദ്ധമായിട്ട് എല്ലാം ആ ഒരു രീതിയിൽ പോയിട്ടില്ല. അംബരീഷ് മഹാരാജന്റെ കാര്യം അറിയാമല്ലോ അല്ലെ. അദ്ദേഹം ഏത് രീതിയിലായിരുന്നു? അദ്ദേഹം ദുർവാസാവൊക്കെ വന്ന് അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തിയില്ല. ഒരു വർഷക്കാലത്തോളം എന്താണ് ഒരു തുള്ളി ഗംഗാജലം ആ, മാത്രം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ദുർവാസാവ് എന്തിരിക്കുകയാണ്? സുദർശനം ഇട്ട് ഓടിച്ചു പോയിക്കുകയായിരുന്നു അല്ലെ. ഇവിടുത്തെ എത്ര വർഷമാണ്? ഒറ്റ വർഷക്കാലം ഭൗതിക ലോകത്തിൽ അദ്ദേഹം നിർജ്ജല ഏകാദശി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ജലം മാത്രം, ഗംഗാജലം മാത്രം കുടിച്ചുകൊണ്ട് അദ്ദേഹം കാത്തിരുന്നു ദുർവാസാവ് വരുന്നതും കാത്ത് അല്ലേ. അപ്പൊ ആരുടെ കാര്യം? അത്രയും വലിയ മഹാരാജാവാണല്ലേ. അദ്ദേഹത്തിന് എന്താണ് ആകാൻ വയ്യാത്തത്? അദ്ദേഹം ഈ ദർഭയിൽ കിടന്ന് ഗംഗാതീരത്ത് കുടിലും ഉണ്ടാക്കി ദർഭയിൽ കിടന്ന് ഉറങ്ങേണ്ട ആവശ്യമുണ്ടോ ഏകാദശി എടുക്കാൻ നേരത്ത്? അല്ലെ, അദ്ദേഹത്തിന് കൊട്ടാരത്തില് സപ്രമഞ്ചത്തിൽ കിടന്ന് വേണമെങ്കിൽ ഏകാദശി എടുക്കാമായിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ ഏത് ഭക്തന്റെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുധാമാവ് അല്ലെ, ഇഷ്ടംപോലെ സമ്പൽ സമൃദ്ധമായിരുന്നല്ലോ അല്ലെ. ഈ യാചിക്കാനായിട്ട് ഭിക്ഷ എടുക്കാനായിട്ട് പോകുമ്പോഴത്തേന് ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഭിക്ഷ ചോദിച്ചെന്നും വരുമ്പോൾ ഒരു ദിവസം കണ്ടു, പിറ്റേ ദിവസം കണ്ടു, പിന്നെ കണ്ടു കഴിയുമ്പോൾ നമുക്കെല്ലാം ദേഷ്യമാകും അല്ലെ. നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ വന്ന് നോക്കി, ഒന്ന് രണ്ട് മൂന്നാമത്തെ തവണ കണ്ട് നമുക്ക് ദേഷ്യമാണ്, നമ്മൾ ചീത്ത പറഞ്ഞു ഓടിക്കും അല്ലെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തരാനായിട്ടൊന്നും ഇല്ലാന്ന് നമ്മളെല്ലാരും പറഞ്ഞു. ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പറഞ്ഞ്, നിങ്ങൾ എന്നും ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാനൊന്നും ഇല്ല, എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ പറഞ്ഞു ഒഴിവാക്കും അല്ലെ. അപ്പൊ അത്രയ്ക്ക് നമ്മളുടെ ആ ഒരു അവസ്ഥയിൽ നമുക്കറിയാം സുധാമായൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് സമ്പൽ സമൃദ്ധമായി കഴിഞ്ഞും ദ്വാരക അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നെത്തി കഴിഞ്ഞും അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഭഗവാന്റെ ഏത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മൾ ഈ പുറമേ കാണുന്ന ആ ഒരു സംഭവങ്ങളെയൊക്കെ, ഈ മാനവും അപമാനവും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെ എല്ലാം തന്നെ അവര് ആ ഒരു സമനിലയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ അതുപോലെ അത്രയും പവറുള്ള ആൾക്കാരൊന്നും അല്ല. ഇതൊക്കെ കാര്യം നമ്മൾക്ക് ഞാൻ ഈ ഇദ്ദേഹം മനോഹർ പ്രഭുവിന്റെ ക്ലാസ്സിൽ വെച്ചിട്ട് കേട്ടിട്ടുണ്ട്, നമ്മള് ഭഗവാന്റെ പാർഷദന്മാരും അല്ലെങ്കിൽ ഭഗവാന്റെ സേവകരും പരമഭക്തരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് ഈ എക്സാമ്പിൾ തരാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അത്രയും ദുഃഖം കൊടുക്കത്തില്ല. കാര്യം നമുക്ക് താങ്ങാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട്. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് വളരെ വളരെ ചെറിയ കാര്യങ്ങൾ, നമ്മൾ അതിനെ വലുതാക്കി ഊതി വീർപ്പിച്ച് കാണുന്നതേ ഉള്ളൂ നമ്മളുടെ പ്രശ്നങ്ങളെ. പക്ഷെ യഥാർത്ഥത്തിൽ അത് വലിയ പ്രശ്നങ്ങളാണോ? ഇല്ല. കാര്യം അതുപോലെ ഒരു പ്രശ്നം ഭഗവാൻ നമുക്ക് തരില്ല. താങ്ങാനായിട്ട് കരുത്തുള്ളവർക്കേ അത് കൊടുക്കുള്ളൂ അല്ലെ. കരുത്തില്ലാത്തവർക്ക് അത് കൊടുക്കില്ല. കാര്യം അവരെന്താണ് അതോടുകൂടി അവർക്ക് അവരുടെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തോന്നും. മനസ്സിന് കരുത്തില്ലാത്ത ആൾക്കാരുടെ മനോനില തെറ്റിപ്പോവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീരഞ്ജിനി മാതാജി നമ്മളോട് പറഞ്ഞിരുന്നു അല്ലെ, മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്, ആ മനസ്സിനെ ഉപബോധ മനസ്സും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെ പറ്റി നിങ്ങൾ എത്ര പേര് കേട്ടു എന്ന് അറിഞ്ഞിട്ട് കുറച്ചു പേരൊക്കെ എക്സിറ്റ് ആയി പോയായിരുന്നു. മാതാജി അതിനെപ്പറ്റി മനസ്സ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനമൊന്നും മനസ്സിന് ഇല്ല അല്ലെ. അപ്പൊ മനസ്സും അവബോധവും ഇതൊക്കെ തന്നെ നമ്മളുടെ ജീവൻ ഉണ്ട് എന്നുള്ളത് ഒരു ദൃഷ്ടാന്തമാണ് അല്ലെ. ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞും മനസ്സ് നമ്മുടെ ആത്മാവിന്റെ കൂടെ യാത്ര തുടരുകയാണ് അല്ലെ. അത് അവസാനിക്കണമെങ്കിൽ എന്താണ്? അവസാനിക്കില്ല. ഈ മനസ്സ് എപ്പോഴും തന്നെ കൂടെ ഉണ്ടായിരിക്കും. കാര്യം ഈ മനസ്സിൽ കൂടിയാണ് നമ്മൾ ഈ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്, ഈ ചിന്തകളും ഇതിനെയെല്ലാം നമ്മൾ വിചാരം ചെയ്യുന്നത് അല്ലെ. മനസ്സ് നമ്മളുടെ എല്ലാ ലൈഫ് ടൈംസിലും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും, മനസ്സും ബുദ്ധിയൊക്കെ തന്നെ. അപ്പൊ അതുപോലെ ഇനി അടുത്ത 8ാമത്തെ ശ്ലോകം നമ്മൾ നോക്കുവാണ്. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ
കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മ കാഞ്ചനഃ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മ കാഞ്ചനഃ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാത്മ കാഞ്ചനഃ. ഹരേ കൃഷ്ണ. സുജന മാതാജി. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മകാഞ്ചനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജിക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ. ചൊല്ലാം, വായിക്കാം. ഹരേ കൃഷ്ണ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇച്ഛതേ യോഗി സമലോഷ്മ കാഞ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകമെട്ട്. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മ കാഞ്ചന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയശിലപ്രഭാത് ജ്ഞാനവിജ്ഞാന തത്വാത്മാ നേടിയതും സാക്ഷാത്കരിച്ചതുമായ ജ്ഞാനത്താൽ സംതൃപ്തനായ കൂടസ്ഥ അധ്യാത്മനിഷ്ഠനും വിജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും സമലോഷ്ടാത്മ കാഞ്ചന മണ്ണും കല്ലും കാഞ്ചനവും തുല്യമാണെന്ന് കരുതുന്നവനുമായ യോഗി യുക്ത ഇതി ആത്മസാക്ഷാത്കാരത്തെ തന്നെ അർഹനാണെന്ന് ഉച്ചതേ പറയപ്പെടുന്നു. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത് ജയശിലപ്രഭാത്. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ച് സംതൃപ്തനായ ഒരാളെ സാക്ഷാത്കാരനിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. അപ്പൊ നമുക്ക് അതിന്റെ ഭാവാർത്ഥം നോക്കാം. ഭാവാർത്ഥം നമുക്ക് ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭു. ഭാവാർത്ഥം. പരമസത്യത്തെ സാക്ഷാത്കരിക്കാതെ പുസ്തകങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ജ്ഞാനം നിഷ്പ്രയോജനമാണ്. ഇതിനെപ്പറ്റി ഇപ്രകാരം പറയുന്നു. അഥ ശ്രീകൃഷ്ണ നാമാദി ന ദവേദ് ഗ്രാഹ്യമിന്ദ്രിയൈ സമോന്മുഖേ ഹി ജിഹ്വാദൗ സേവോന്മുഖേ ഹി ജിഹ്വാദൗ സ്വയമേവ സ്ഫുരത്യത. ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ കൃഷ്ണന്റെ നാമം, രൂപം, ഗുണം, ലീല എന്നിവകളുടെ സ്വഭാവം ആർക്കും ഗ്രഹിക്കാനാവില്ല. ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതനാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെയും നാമം, രൂപം, ഗുണം ഇത്യാദികളെയും അറിയാൻ കഴിയൂ. ഭക്തിരസാമൃത സിന്ധു 1-2 234. കൃഷ്ണാവബോധത്തിന്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത. ലൗകിക പാണ്ഡിത്യം കൊണ്ട് ആർക്കും കൃഷ്ണാവബോധം ഉദിക്കില്ല. അതിന് വിശുദ്ധ പ്രജ്ഞനായ ഒരാളുമായി സഹവസിക്കാനുള്ള ഭാഗ്യമുണ്ടാകണം. കൃഷ്ണന്റെ കരുണ മൂലം ജ്ഞാനത്തെ സാക്ഷാത്കരിച്ച ആളാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തൻ. ശുദ്ധ ഭക്തിപൂർവകമായ സേവനത്താൽ സംതൃപ്തനാണ് അയാൾ. ജ്ഞാന സാക്ഷാത്കാരം ഒരാളെ പൂർണ്ണതയിൽ എത്തിക്കുന്നു. അതീന്ദ്രിയ ജ്ഞാനി തന്റെ ഉത്തമ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. വെറും പാണ്ഡിത്യമുള്ളവർ എളുപ്പത്തിൽ വ്യാമോഹിതരാവുകയോ പ്രത്യക്ഷ വൈരുദ്ധ്യങ്ങളാൽ അമ്പരന്നു പോവുകയോ ചെയ്തേക്കാം. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവനാകട്ടെ കൃഷ്ണന് സ്വയം സമർപ്പിതനാകയാൽ തികച്ചും നിയന്ത്രിത മനസ്കനാണ്. ഭൗതിക പാണ്ഡിത്യം കൊണ്ട് അയാൾക്ക് യാതൊരു ആവശ്യവുമില്ലാത്തതിനാൽ ഇന്ദ്രിയാതീതനുമാണ്. മറ്റുള്ളവർ അമൂല്യമെന്ന് കരുതാവുന്ന ആ പാണ്ഡിത്യവും മാനസികമായ ഊഹാപോഹങ്ങളും അയാളുടെ ദൃഷ്ടിയിൽ ചരൽ കല്ലുകളേക്കാൾ വിലപ്പെട്ടവയല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ ഒരു ശ്ലോകവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ അവസാനത്തെ അധ്യായത്തിലെ 68-ാമത്തെ ശ്ലോകം, 18-ാമത്തെ അധ്യായത്തിലെ 68-ാമത്തെ ശ്ലോകം ഒന്നെടുക്കുക. 68, 69, 70 ഈ ശ്ലോകമാണ് ഞാൻ ഇന്ന് രാവിലെ 3 ശ്ലോകങ്ങൾ ഇവിടുത്തെ ക്ലാസ്സിൽ എടുത്തത്.
അപ്പം ഓരോ ദിവസം ഇങ്ങനെ സ- സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വരുന്നു എന്ന് എനിക്ക് വളരെ അതിശയം ഇങ്ങനെ വന്നു എന്ന്. അപ്പൊ ആദ്യത്തെ ആ ഒരു ശ്ലോകം നമുക്ക് ആരാണ് വായിക്കുന്നത്? 68ാമത്തെ ശ്ലോകം ഷിബി മാതാജി വായിച്ച അതിന്റെ വിവർത്തനം മാത്രം ഒന്ന് പറയാം. യ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വ മാമേവൈഷ്യത്യ സംശയം. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഹരേ കൃഷ്ണ. അടുത്തത് 69ാമത്തെ ശ്ലോകം ശാന്തകുമാരി മാതാജി 18ാമത്തെ അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകം. പ്രഭു ഇവിടെ ഭയങ്കര മഴയാ, കേൾക്കാൻ വയ്യ. ഭയങ്കര കേൾക്കാൻ മഴ. വയ്യ. ആ മഴയാ. ഇന്ന് രാധിക മാതാജി 2-69. 18 18-60. 2 എന്ന് പറഞ്ഞപ്പോൾ ഇല്ലില്ല. ഓക്കെ. ഇന്ന് ഗീതാ മാതാജി 18-60 അടുത്തു എടുത്തോ. പ്രഭു. ഹരേ കൃഷ്ണ. എടുത്തത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 69. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമ ഭവിതാ നച മേ തസ്മാദന്യ പ്രിയതരോ ഭുവി. ഹരേ കൃഷ്ണ. അതിന്റെ ഇതൂടെ വായിക്കാം. വിവർത്തനം. വിവർത്തനം ഭാവാത്തമ്പേ വിവർത്തനം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ഹരേ കൃഷ്ണ. 70ാമത്തെ ശ്ലോകം ഗീതാ മാതാജി. അധ്യേഷ്യതേ ച യ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹമിഷ്ട സ്യാമിതി മേ മതി. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം പരമരഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്ന ആൾക്ക് ശുദ്ധ ഭക്തിയുത സേവന സുനിശ്ചിതമാണ്. അത് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക്, ഞാൻ പറഞ്ഞില്ലേ 18 ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ശ്ലോകം ഞാൻ കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. കൃത്യമായിട്ട് ആ ശ്ലോകം അല്ലെങ്കിൽ നമുക്ക് പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലേ കിട്ടത്തുള്ളൂ. ശരിക്കും ഞാൻ ആക്ച്വലി ആ ശ്ലോകത്തിലേക്ക് എത്തിയല്ലേ. ഇപ്പൊ പരമരഹസ്യമായിട്ടുള്ള ഭഗവാനെ പറ്റിയുള്ള ഈ അതീന്ദ്രിയ ജ്ഞാനം ഭഗവാന്റെ നമ്മള് ഭക്തർക്ക് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്ക് ശുദ്ധ ഭക്തിയുത സേവനം സുനിശ്ചിതമാണെന്ന് ഭഗവാൻ വാക്ക് പറയുകയാണ് അല്ലെ. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മളുടെ ശിക്ഷാഗുരുക്കന്മാരെ പറ്റിയുള്ള അവർ കാരണമാണല്ലോ നമ്മൾ ഇപ്പോഴിങ്ങനെ നിൽക്കുന്നത് അല്ലെ. നമ്മളെ ഒക്കെ കൃഷ്ണാബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന ആ വ്യക്തികളൊക്കെ തന്നെ അവർക്ക് ഭഗവാനിലേക്ക് അവർ എത്തിച്ചേരും. അതായത് ഭഗവാന്റെ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശുദ്ധ ഭക്തിയുത സേവനം ഉറപ്പാണ്. അതായത് കൃഷ്ണാബോധത്തിൽ ഒരുപാട് നമുക്ക് മുന്നേറാൻ പറ്റും. സേവ ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഭഗവാൻ തന്നെ ഒരുക്കി തരും എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. പിന്നെ അങ്ങനെ 69ാം ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളുമില്ല, ഇനി ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല. അതുപോലെ എന്റെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളെക്കാളും പ്രിയങ്കരനായിട്ട് എനിക്ക് ഒരാളും തന്നെ ഈ ഭൂലോകത്തിലെങ്ങും ഇല്ല. അതുപോലെ അതിലും വലിയ ഒരാളുടെ ഇനി വരാനും പോകുന്നില്ല, അത്രയും പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തി. അതുകൊണ്ടാണല്ലേ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്ക് ഏറ്റവും ഇഷ്ടം, പക്ഷെ പകൽ പോലെ ഉത്തരം വ്യക്തം. ഇത് ഇവിടെ ഭഗവാൻ അത് വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. ഉത്തരം എന്താണ്? അതിലും എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാകുകയുമില്ല. അല്ലേ? അപ്പൊ ആ പാട്ട് എഴുതിയ ആള് ഈ ശ്ലോകം വായിച്ചിട്ടോ വല്ല ആണോ എന്ന് എനിക്ക് അറിയില്ല അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്റെ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയെക്കാളും പ്രിയങ്കരനായിട്ട് ഒരാൾ ഇതുവരെ ഇല്ല, ഇനി ഒരാളിട്ട് ഉണ്ടാകുകയും ഇല്ല.
അല്ലെ? എത്ര ക്ലിയർ ആയിട്ടാണ് ഭഗവാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ എന്റെ ശിക്ഷാഗുരു പറഞ്ഞ് ഞാൻ നിങ്ങളിൽ കൂടെ എത്തിക്കുന്ന ഈ ജ്ഞാനം കേട്ട് മനസ്സിലാക്കി അതിനെ ബുദ്ധി കൊണ്ട് മനനം ചെയ്ത് മനസ്സിലാക്കി എന്നെ ആരാധിക്കാൻ തുടങ്ങുന്നവർക്ക് എന്താണ് അവർക്ക് എന്താണ് ബുദ്ധി കൊണ്ട് ആരാധിക്കുകയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ശ്ലോകം 71ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടെയും കൂടി ഇത് ശ്രദ്ധിക്കുന്നവർ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭങ്ങളായ ലോകങ്ങളിൽ എത്തിച്ചേരും. അപ്പൊ നിങ്ങൾ ഈ ശ്രമിക്കുന്ന ഓരോരുത്തരും എന്താണ്? അസൂയാരഹിതമായിട്ടാണ് അസൂയ. ജപിക്കുന്നതെങ്കിൽ, അതായത് അസൂയാരഹിതം. അസൂയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അല്ലേ? ഞാനപ്പോ അതിനൊരു എക്സാമ്പിൾ ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മളിപ്പം നിങ്ങൾ രാഷ്ട്രീയമാണെന്ന് വിചാരിക്കരുത്. നമ്മളിപ്പോ സമകാലീനമായ ഒരു സംഭവമാണ്. ആരും അങ്ങനെ ഒരു പ്രത്യേക പാർട്ടിയോ അങ്ങനെ ആ രീതിയിലൊന്നും തന്നെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഞാൻ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണമാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. റിപ്പീറ്റ് ആണെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ കാര്യം മാത്രം ഒന്ന് എടുക്കാം. അദ്ദേഹം 4 മണിക്കൂറേ ഉറങ്ങുള്ളൂ. ഒരു യോഗിയാണ്, അല്ലെ? രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, കുടുംബമില്ല, ഒന്നുമില്ല, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്ലെ? അദ്ദേഹം ഈ ലോകം മുഴുവനും നടക്കുന്ന പോകുന്ന വഴിയെല്ലാം തന്നെ പല കരാറുകളെല്ലാം ഒപ്പിട്ട് ഈ ലോകത്തിന് മുഴുവൻ കാര്യം നടത്തിയിട്ട് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എതിരെ പറഞ്ഞുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലരെയും കണ്ടല്ലേ? എത്ര പേര് നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികളായിട്ട് കൂട്ടി നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? മാധ്യമങ്ങളിലൊക്കെ വരുന്നത് അത് മാത്രം. ഇദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല, അല്ലെ? അപ്പൊ അങ്ങനെ എന്താണ് ഈ അദ്ദേഹത്തിനോട് അസൂയാണ് ഇതിനൊക്കെ കാരണം, അല്ലെ? പ്രധാനമന്ത്രിയോട് അസൂയ, അല്ലെ? ഇതേപോലെ തന്നെ നമ്മള് ഭഗവാനോടും ഭഗവാന്റെ ഭക്തന്മാരോടും അസൂയ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഭഗവാനോട് അസൂയ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഓൾറെഡി താഴ്ത്തപ്പെട്ടത്, അല്ലെ? നമുക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്ന, അവിടെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നതാണ്, അല്ലെ? അവിടെ സേവ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് ഈ ഒരു അസൂയ തോന്നിയത് കൊണ്ടാണ്. അതേ അസൂയ നമ്മൾ ഇപ്പോഴും വെച്ച് പുലർത്തുകയാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഈ കണ്ട ഈ രാഷ്ട്രീയത്തിലൊക്കെ കണ്ട അതേ സംഭവം നമ്മൾ പ്രധാനമന്ത്രിയോട് അസൂയ തോന്നുക എന്ന് പറഞ്ഞാൽ ഭഗവാനോട് അസൂയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെ? നമ്മൾ നോക്കുമ്പം ഭഗവാനോട് എന്താണ് അസൂയ തോന്നുന്നത് എന്ന് നമുക്ക് തോന്നാം എങ്കിലും നമ്മൾക്ക് ഓരോരുത്തർക്കും അത് ചെറുതായിട്ടെങ്കിലും നമ്മളുടെ ഉപബോധ മനസ്സിലെങ്കിലും, മാതാജി പറയുന്ന പോലെ ആ മനസ്സ് എവിടെയാണെന്ന് നമുക്ക് പറയാൻ അറിയത്തില്ല, എങ്കിലും അത് നമുക്കുണ്ട് കുറച്ചെങ്കിലും ഭഗവാനോടൊരു അസൂയ, അല്ലെ? ഭഗവാൻ വെറുതെ ഇരുന്നാ പോരെ, അല്ലെ? ഓരോന്ന് നമുക്കിങ്ങനെ ഓരോ അനുഭവം ഉണ്ടാക്കും, നമുക്കിത് പരിചയിച്ചല്ലോ. എന്നാൽ അല്ലാത്ത സമയത്തൊക്കെ ഫുള്ള് നമുക്ക് ഈ പ്രൊട്ടക്ഷൻ എന്താന്ന് നമ്മളെ അതൊന്നും നമ്മൾ കാണുന്നുമില്ല, ഒന്നുമില്ല. നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയത് മാത്രം നമ്മൾ ഭഗവാനെതിരെ നമ്മൾ കാണും. അത്രയും 365 ദിവസവും നമ്മളെ സംരക്ഷിച്ചിട്ട് അതിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു മരുതാത്ത ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് മുഴുവൻ ഭഗവാന്റെ പ്രശ്നം. നമുക്ക് ഇഷ്ടാനുസരണം വായു, നമുക്ക് 2 കാലും കൈയും തന്നു, മുടന്തി നടക്കണ്ട, ഒത്തി നടക്കണ്ട, ഈ പ്രകൃതിയിലെ സൗന്ദര്യങ്ങൾ മുഴുവനും ആസ്വദിക്കാൻ നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട്, ചെവി തന്നിട്ടുണ്ട്, അറക്കിയല്ലാത്ത ഒരു രൂപം തന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നതിനൊന്നും നമുക്കൊരു നന്ദിയില്ല, ഒന്നുമില്ല, മണമില്ല, ഗുണമില്ല. പക്ഷെ നമുക്കൊരു ചെറിയൊരു കാര്യം ഉണ്ടായി നമ്മൾ ഭഗവാനെ എന്തെല്ലാം ചീത്ത വിളിക്കുന്ന കൈയും കണക്കില്ല, അല്ലെ? ഇത് ഭഗവാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട്, അല്ലെ? അങ്ങനെയാണ് നമ്മള് ഓരോ ഭൗതിക ലോകത്തിലുള്ള ഓരോ ജീവാത്മകൾ നമ്മൾ ഭഗവാനോട് അസൂയപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസൂയ തീണ്ടാതെയും, ഈ 71ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടും കൂടി ഇത് ശ്രദ്ധിക്കുന്നവൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭങ്ങളായ ലോകങ്ങളിൽ എത്തിച്ചേരും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും, ഞാനടക്കം, ഇത് ശ്രദ്ധിക്കുന്നവർ, നിങ്ങളിത് ശ്രദ്ധിച്ചാണോ ഇരിക്കുന്നത്? വീട്ടില് ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഈ സ്ക്രീൻ ഇങ്ങനെ ഓഫ് ചെയ്തിട്ടിരിക്കുന്നവരൊക്കെ ചിലപ്പം വീട്ടില് വേറെ എന്തെങ്കിലും പണികൾ ചെയ്തുകൊണ്ടായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത്. എന്നിരുന്നാൽ കൂടി അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ്? പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി
ഈ പാപപ്രതികരണത്തിൽ നിന്ന് ഉറപ്പായിട്ടും എത്തും. പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭങ്ങളായ ലോകങ്ങളിലെത്തും. ആരാണ് ഈ പുണ്യാത്മാക്കൾ? അപ്പൊ നമുക്കറിയാം ഭൗതിക ലോകത്തിലും പുണ്യാത്മാക്കൾ വാഴുന്ന സ്ഥലങ്ങളുണ്ട്, ആത്മീയ ലോകത്തിലും ഉണ്ടല്ലേ. ആത്മീയ ലോകത്തിൽ വൈകുണ്ഠ ലോകങ്ങളിൽ അല്ലെങ്കിൽ ഗോലോകത്തിലൊക്കെയാണ് പുണ്യാത്മാക്കൾ ഭഗവാന്റെ സേവകരായിട്ടുള്ളത്. പക്ഷെ ഭൗതിക ലോകത്തും ഉണ്ട്. അതെവിടെയാണെന്ന് അറിയാമോ ഭൗതിക ലോകത്തുള്ളത്? മഹർലോകം, തപലോകം, മഹർലോകം, തപലോകം എന്നീ ഉപരി ലോകങ്ങളിലാണ് പുണ്യാത്മാക്കൾ വാഴുന്നത് അല്ലെ. പിന്നെ അതിനു മുകളിൽ ഒരു സ്ഥലമുണ്ട് ധ്രുവലോകം എന്ന് പറഞ്ഞ്. ബ്രഹ്മലോകത്തെക്കാൾ ഉയർന്ന് വൈകുണ്ഠ ലോകത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു ലോകമുണ്ട്. അതാണ് ധ്രുവലോകം. ഇപ്പൊ പുണ്യാത്മാക്കൾ വാഴുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ധ്രുവലോകം വരെ. അതായത് നമ്മളൊക്കെ ഭക്തിയുത സേവനമൊക്കെ ഒരുപാട് ചെയ്താലും ചെറിയൊരു മിസ്റ്റേക്കിന്റെ പേരിൽ നമുക്ക് വൈകുണ്ഠം, അപ്പൊ സ്വർലോകം എന്താണ്? അതിലും പുണ്യാത്മാക്കൾ വാഴുന്നല്ലേ? അത് ദേവന്മാരല്ലേ മാതാജി? അപ്പൊ അതെ. പുണ്യാത്മാക്കൾ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെക്കാളും ഉയർന്ന പടിയിലുള്ളവരാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോളൻ ആകാനുള്ള ചാൻസ് കൂടുതലാണ് മാതാജി അല്ലേ. കാര്യം അവിടെ എന്താണ്, മധു സേവിക്കാനുണ്ട്, അപ്സരസ്സുമാരുണ്ട്. നമുക്ക് കൂടുതലും എന്താണ് ഭൗതികതയിലേക്ക് അറ്റാച്ച്മെന്റ് വരും. അവിടെ കാണുന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ആദ്യ സുന്ദരികളായ അപ്സര സ്ത്രീകൾ, എപ്പോഴും സംഗീതവും ഇതുമെല്ലാം. അവിടെ ഭഗവാനെ സേവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതിലുപരിയായിട്ട് ലോകം, മഹർലോകം, ജനലോകം, തപലോകം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പുണ്യാത്മാക്കൾ. അതിലുപരിയായിട്ട് ധ്രുവലോകം എന്ന് പറഞ്ഞ ലോകമുണ്ട്. അത് ഈ ഭൗതിക ലോകത്തിനും ബ്രഹ്മലോകത്തിനും മുകളിലാണ്. കാര്യം എന്തായിരുന്നു? ധ്രുവൻ ഭഗവാനോട് ആവശ്യപ്പെട്ട് എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് ധ്രുവൻ തപസ്സിന് പോയത്? ഭഗവാൻ അച്ഛന്റെ മടിയിലിരിക്കുന്ന അച്ഛൻ ആശയിലാണ് ധ്രുവൻ തപസ്സിന് പോയത്. പക്ഷെ അച്ഛന്റെ പക്ഷെ എന്താണ്, മുത്തച്ഛനായിട്ടുള്ള ബ്രഹ്മദേവൻ, ഉത്താനപാദം ബ്രഹ്മദേവന്റെ മകനല്ല, മുത്തച്ഛനായ ബ്രഹ്മദേവനേക്കാളും ഉയർന്ന തലത്തിൽ ഭഗവാൻ ഒരു ലോകം ഉണ്ടാക്കി കൊടുത്തു അല്ലെ, ധ്രുവലോകം. അതായത് ബ്രഹ്മലോകം വരെ ഈ പറയുന്ന എന്താണ്, ബ്രഹ്മദേവന് 100 വയസ്സാകുമ്പോഴത്തേനും ബ്രഹ്മലോകം വരെ എന്താണ് വെള്ളത്തിലായി പ്രളയത്തിലായി നശിച്ചു പോകും. പക്ഷെ ധ്രുവലോകം നശിക്കുന്നില്ല. അതിനു മുകളിലാണ്, വൈകുണ്ഠ ലോകത്തിന് തൊട്ട് താഴെയായിട്ടാണ് ധ്രുവലോക സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉള്ള പുണ്യാത്മാക്കള് ഒരുപാട് പേരുണ്ട്. ചെറിയ എന്തെങ്കിലും ഒരു ഒരു ശതമാനം കുറവുണ്ടെങ്കിൽ നമുക്ക് മേലിലോട്ട് പോകാനുള്ളത് നമ്മളെ ധ്രുവലോകത്തിൽ കൊണ്ടുപോയി നമ്മളെ അവിടെ സ്ഥാപിക്കും. പിന്നെ ഒരിക്കലും ഫോളൻ ആകേണ്ട ആവശ്യമില്ല. അവിടെ നിന്നുകൊണ്ട് ഭക്തിയുത സേവനം ചെയ്ത് അവിടുന്ന് എന്താണ് ഒരു ഏണിപ്പടി കയറിയാൽ ഗോലോകത്തിലല്ല വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് അല്ലെ. അത്രയ്ക്ക് അടുത്താണ് എന്താണ് ധ്രുവലോകവും വൈകുണ്ഠലോകവുമായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അപ്പൊ ഇങ്ങനെയുള്ള നമുക്കൊക്കെ എന്താണ് ഭഗവാൻ തന്നിരിക്കുന്ന ഓഫർ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഭഗവാൻ തന്നിരിക്കുന്ന ഓഫർ എന്താണ്? നമ്മൾ ഇത് ശ്രവിക്കുകയാണെന്നെങ്കിൽ, നമ്മൾ ബുദ്ധി കൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കി ഇത് ശ്രവിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് മഹാത്മാക്കൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ചേരാൻ സാധിക്കും. ഇത് പറയുന്ന ആൾക്കാർ എൻ്റെ അടുത്തും കേൾക്കുന്ന ആൾക്കാർ, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാര് എന്താണ് മഹാത്മാക്കൾ വസിക്കുന്ന പുണ്യസ്ഥലങ്ങളിൽ എത്തിച്ചേരുമെന്ന് ഭഗവാൻ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിത് കേൾക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സമയം പോയി എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഭഗവാന്റെ കാര്യങ്ങള് അല്ലെ, സമയം പോയോ ഇല്ലയോ? നമ്മള് ഈ 24 hours തന്നതിൽ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മള് ഭഗവാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്നതിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു നഷ്ടം അതിൽ വന്ന് പെട്ടിട്ടുണ്ടോ? നമ്മൾ ഈ സമയം നഷ്ടമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഈ ശ്ലോകം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരിക്കലും അതൊരു നഷ്ടം അല്ല. കാര്യം നമുക്കൊക്കെ ഗ്യാരണ്ടീഡ് ആണ് ഭഗവാന്റെ വാക്കുകള്. കാര്യം ഭഗവാൻ സാധാരണ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ ഒരുപാട് പറയാറുണ്ടെങ്കിൽ ഇതൊരു ഭക്തനോട് പറഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ ഒരിക്കലും തെറ്റിക്കാറില്ല. ഇത് അർജുനൻ പരമഭക്തനാണ്, അർജുനനോട് പറഞ്ഞ വാക്കുകളാണ്. അതുപോലെ നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞ വാക്കുകൾ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഈ നിയമവും സംഹിതകളും ഒക്കെ ഉണ്ടാക്കിയ ഭഗവാൻ അത് തിരുത്താനായിട്ടും തെറ്റിക്കാനും പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ടെങ്കിലും ഭഗവാൻ പരമഭക്തർക്ക് കൊടുത്ത വാക്കുകൾ ഒരിക്കലും തെറ്റിക്കാറില്ല. കാര്യം നീതിയും ന്യായവും ധർമ്മവും അധർമ്മവും ഒക്കെ ഭഗവാൻ പൊളിച്ചടുക്കി കളയും. ഇത് തന്നെ സൃഷ്ടിച്ച ആള് അതിനെ പൊളിച്ചടുക്കി എഴുതി വെക്കും. പക്ഷെ
ഭക്തർക്ക് കൊടുത്ത ഒരു വാക്ക് ഭഗവാൻ ഒരിക്കലും തെറ്റിക്കത്തില്ല. അല്ലെങ്കിൽ എന്താണ്, ഭഗവാൻ സത്യം ഇട്ടാൽ പോലും ഭഗവാൻ ആ സത്യം പോലും എന്ത് ചെയ്യും, തെറ്റിച്ച് കളയും അല്ലെ. യുദ്ധം ചെയ്യില്ല എന്ന് സത്യം ഇട്ടാണല്ലോ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു, ഭക്തന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി അല്ലെ. അർജുനന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. ഭീഷ്മദേവരുടെ ആഗ്രഹവും നടന്നു അല്ലെ, ഭഗവാനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹവും ആ ആ ഒരു മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ ഭഗവാൻ ആ സത്യമൊക്കെ, ഭഗവാൻ എവിടെ സത്യം ഇട്ട് കഴിഞ്ഞാൽ ആ സത്യമൊക്കെ ഭഗവാൻ നിഷ്പ്രയാസം ഭഗവാൻ ലംഘിക്കാനായിട്ട് കൂട്ടാക്കും ഭക്തർക്ക് വേണ്ടിയിട്ട് അല്ലെ. അധർമ്മം ചെയ്യുന്നതും ആർക്ക് വേണ്ടിയിട്ടാ? സ്വന്തം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട്. ധർമ്മം ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അധർമ്മമാണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ആ അധർമ്മത്തെ ഭഗവാൻ പൊളിച്ചടുക്കി കൊടുക്കും അല്ലെ, ആ ധർമ്മത്തെ മുൻനിർത്തി. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഇത് ശ്രവിക്കുന്നവരുടെ കാര്യം ഗ്യാരണ്ടീഡ് ആണ്. നമുക്കിനി എന്താണ്, ധ്രുവലോകത്ത് വരെയെങ്കിലും എത്തിച്ചേരാനായിട്ടുള്ള അവസരമാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ആ ഒരു അവസരം കളയരുത്. ആരാണ്? എന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഓക്കെ, ആരുടെയോ വീട്ടിൽ ഫോൺ കിടന്നടിക്കുന്നു അല്ലേ? ആരുടെയാണ് എനിക്ക് അറിയത്തില്ല. എന്റെ ചെവി കിടന്ന് ഇങ്ങനെയാ, ഇത് ചെവിയിലേക്ക് വെച്ചിരിക്കുന്നതാണ്, ചെവിയിലേക്ക് ഇങ്ങനെ കിടന്ന് ഒരു പന്ത് കുത്തി കയറ്റുന്ന പോലെ. സുജന മാതാജിയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ? ആരോ വിളിച്ചെന്ന് തോന്നുന്നു. സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. തഥാസ്തു. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷന്മാരുടെ ബന്ധത്തിൽ ആ ശ്ലോകമാണ് നമ്മൾ കണ്ടത്. എത്രാമത്തെ ശ്ലോകം എടുത്തത്? 8 കഴിഞ്ഞു. 8. അപ്പൊ ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ച സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ അറിവ് കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും. സാക്ഷാത്കരിക്കാൻ പറഞ്ഞാൽ അറിവ് കിട്ടിയിട്ട് കാര്യമില്ല അല്ലെ, ജസ്റ്റ് ഒരു അറിവ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ അറിവിനെ എന്തെങ്കിലും സാക്ഷാത്കരിക്കണം അല്ലെ, അതിനെ പ്രാവർത്തികമാക്കണം അല്ലെ. തികച്ച് സംതൃപ്തനാണ്, അതായത് നമ്മളൊരു അറിവ് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അത് അറിവ് അവിടെ തന്നെ ഇരുന്ന് ദ്രവിച്ചു പോകും അല്ലെ. അറിവ് സാക്ഷാത്കരിക്കണം. അത് സാക്ഷാത്കരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു സംതൃപ്തി ഉണ്ടാകുകയുള്ളൂ അല്ലെ. ആ അറിവ് അനുഭവവേദ്യമാകുമ്പോൾ അല്ലെ. അപ്പം നമുക്കറിയാം, ഇതേപോലെ തന്നെ ഒരു അറിവ് കുട്ടികൾക്ക് എങ്ങനെയാ കിട്ടുന്നത്? നല്ല ദീപമൊക്കെ കാണുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നല്ല ഭംഗി തോന്നി ആ ദീപത്തെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും? കൈ കൊള്ളും അല്ലെ. അപ്പോഴത്തേക്കും കുട്ടികൾ പിന്നെ ഒരിക്കലും ആ ഒരു ഭംഗി കണ്ടിട്ട് ആകർഷ്ടരായിട്ട് പോയി പിടിക്കില്ല. ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടാക്കുക. ആ അറിവിന്റെ സാക്ഷാത്കാരം എങ്ങനെ കിട്ടി? ആ അറിവിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഒരു അനുഭവം കൊണ്ട് അത് സാക്ഷാത്കരിക്കപ്പെട്ടു അല്ലെ. അപ്പം ഈ അറിവ് വെറുതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൂടപ്പെട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെയാണ് നമുക്ക് സംഭവിച്ച് പോയ പല കാര്യങ്ങളും അല്ലെ. നമ്മുടെ ജ്ഞാനം, നമ്മളുടെ ഈ ഭാരതത്തിൽ തന്നെ ഇംഗ്ലീഷുകാരും മുഗളന്മാരും മറ്റ് അധിനിവേശ വ്യക്തികളും നമുക്കുണ്ടായ യഥാർത്ഥമായ ജ്ഞാനവും ശാസ്ത്രവും ചരിത്രവും എല്ലാം എടുത്തു കളഞ്ഞു. അങ്ങനെയാണ് നമ്മളെല്ലാം ഈ ഒരു അവസ്ഥയിൽ അധപ്പതിച്ച് പോയത് തന്നെ. അപ്പൊ അങ്ങനെ സംതൃപ്തനായ, അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ശരിയായിട്ടുള്ള അറിവ് കിട്ടി, സാക്ഷാത്കാരം നേടി, അതുകൊണ്ട് സംതൃപ്തനായിട്ടുള്ള ഒരു യോഗി, ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, അപ്പൊ അങ്ങനെ ഒരു സംതൃപ്തി എന്നൊരു ലെവലിലേക്ക്, ഈ അറിവ് കൊണ്ട് സംതൃപ്തി എന്ന ലെവലിലേക്ക് ഒരാളെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ആത്മസാക്ഷാത്കാര നിഷ്ഠനായിട്ടുള്ള യോഗി എന്ന് അയാളെ നമുക്ക് വിളിക്കാം അല്ലെ. അപ്പൊ ആ ഒരു അറിവ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആത്മസംയമിയായ അയാളെ അഭൗതികതയിൽ സംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ.
അപ്പം ഈ ആത്മസംയമനം പാലിച്ച ഒരു വ്യക്തിയാണ്, മനസ്സിനെ ഏതൊരു സ്ഥിതിയിലും സംയമനം പാലിച്ച് നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു യോഗീശ്വരനെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ അയാളുടെ ദൃഷ്ടിയിൽ എങ്ങനെയാണ് കല്ലും മണ്ണും മരവും സ്വർണവും എല്ലാം തന്നെ ഒരുപോലെയാണ്. അപ്പൊ ഇതെല്ലാം ഒരുപോലെയായിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് ഭൗതികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളിലും ഒരു ആസക്തി ഉണ്ടാകുകയുമില്ല. അതുപോലെ തന്നെ അദ്ദേഹം ആത്മസംയമനം പാലിച്ച ഒരു വ്യക്തിയാണ്, അല്ലെ? അതായത് ഒരു ദുഃഖത്തിൽ അധികം ദുഃഖിക്കുകയോ അതുപോലെ സന്തോഷത്തിൽ അധികം സന്തോഷിക്കുകയോ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ദുഃഖി വൈഷ്ണവരുടെ ഒരു പ്രത്യേകതയാണ്, അല്ലെ? മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായിട്ട് കണക്കാക്കുന്നവരാണ്, അല്ലെ? അതായത് സ്വന്തമായിട്ട് അവന് സുഖമോ ദുഃഖമോ ഇല്ല, പക്ഷെ മറ്റുള്ളവരുടെ ദുഃഖത്തെ എന്തായിട്ട് സ്വന്തം ദുഃഖമായിട്ട് എടുത്ത്, അതായത് മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും, രാവിലെ ഞാൻ പറഞ്ഞല്ലോ മംഗളാരതി ചെയ്യുമ്പോൾ എന്താണ് 33 കോടി ദേവന്മാരും പിതൃക്കന്മാരും എല്ലാം നമ്മളുടെ മുൻപിൽ നമ്മളത് സാക്ഷിയായിട്ട് വന്ന് നിൽക്കുകയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഈ പറയുന്ന മംഗളാരതി ചെയ്യുന്ന സമയത്ത് അത്രയും ഗുരുക്കന്മാരും ആചാര്യന്മാരും സകല വൈഷ്ണവരും ഈ മംഗളാരതിക്ക് സാക്ഷി നിർത്താനായിട്ട് വരുവാണ്, അത് ചെയ്യുന്ന ഓരോരുത്തരുടെയും ആൾട്ടറിൽ. അപ്പൊ ആ സമയത്ത് നമ്മള് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ എല്ലാ ഫോളൻ സോൾസിനും, ലോകത്തിലുള്ള ലോകാസമസ്ത സുഖിനോ ഭവന്തു, അതായത് എല്ലാ പതീതരായിട്ടുള്ള എല്ലാ ജീവാത്മാക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം നല്ലതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. മറ്റുള്ള ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെ ഭഗവാന് വളരെ ഇഷ്ടമാണ്. സ്വന്തമായിട്ടുള്ള യാതൊരു കാര്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ അടുക്കൽ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കേണ്ട ആവശ്യം, മറ്റുള്ള ദേവീദേവന്മാരോട് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഇപ്പോഴും മറ്റുള്ള ദേവീദേവന്മാരോടുള്ള അറ്റാച്ച്മെന്റ് വിട്ടു മാറാത്തവർക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അവരോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും വൈഷ്ണവർ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എനിക്ക് കൃഷ്ണപ്രേമം തരിക, കൃഷ്ണഭക്തിയിൽ മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങളൊക്കെ തന്നെ മാറ്റിത്തരിക എന്ന് മാത്രമേ മറ്റ് ദേവീദേവന്മാരോട് പ്രാർത്ഥിക്കാനായിട്ട് പാടുള്ളൂ. കാര്യം എന്താണ്? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ സമീപിക്കുന്നത്. അവർക്ക് എന്താണ്? കൃഷ്ണഭക്തിയിൽ പുരോഗമിക്കാനുള്ള തടസ്സം മാറ്റാനായിട്ട്. കാര്യം മായയുടെ ഒരു ശക്തിയാണ്, മായാശക്തിയാണല്ലോ നമ്മൾ എപ്പോഴും ഉപാസിക്കുന്നത്. നാട്ടിലെല്ലാം നമ്മൾ മായാശക്തികളെയാണ് കൂടുതൽ ഉപാസിക്കുന്നത്. കാര്യം മായാലോകത്താണ് ജീവിക്കുന്നത്. ദുർഗാദേവിയാണ് അധിപതി. അപ്പൊ ദുർഗാദേവിയും ദുർഗാദേവിയുടെ പല ഭാവങ്ങളുമാണ് 90% ക്ഷേത്രങ്ങളും, അല്ലെ? അപ്പം നമ്മൾ മായാദേവിയെ തന്നെ ഭഗവാനിലേക്ക് പോകാൻ വേണ്ടിയുള്ള തടസ്സങ്ങള്, ഭക്തിയുത സേവനത്തിലുള്ള മാർഗതടസ്സം മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മായാദേവി നമ്മളിൽ കൂടുതൽ കൃപാലുവായിട്ട് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരും. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ മായാദേവി നമ്മളെ ഭൗതികതയിൽ കൂടുതൽ കൊടുക്കും, അല്ലേ? നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്താൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടും, അങ്ങോട്ടേക്ക് കൊടുത്തില്ല ഇങ്ങോട്ട് കോപിഷ്ഠയാകുകയും ചെയ്യും. അതാണ് മായാദേവിയുടെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഈ ആത്മസാക്ഷാത്കാരനായ നിഷ്ഠനായിട്ടുള്ള ആ യോഗി അഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ആസക്തിയില്ല. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാം തന്നെ ഒന്നുപോലെയാണ്. സ്വർണ്ണെന്നോ വെള്ളിയെന്നോ കല്ലെന്നോ മണ്ണെന്നോ, അതായത് ന ജനം ന ധനം ന സുന്ദരീം കവിതാംബ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാ ഭക്തിരഹൈതുകിത്വയി. ഇതാര് പറഞ്ഞാണ്? കേൾക്കത്തില്ല. ശിഷ്ടാഷ്ടകത്തിലെ പ്രഭുജി. ഹരി ബോൾ. ശിഷ്ടാഷ്ടകത്തില് ചൈതന്യ മഹാപ്രഭു പറഞ്ഞതാണ്, അല്ലെ? ന ധനം എന്ന് പറഞ്ഞ എന്താണ്? ധനം വേണ്ട. ന ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പബ്ലിസിറ്റി വേണ്ട. പബ്ലിസിറ്റി, അതായത് ഈ സാധാരണ ജനങ്ങളുണ്ടല്ലോ, ഈ ഗ്രാമകഥ പറയുന്ന അവരുടെ അസോസിയേഷൻ എനിക്ക് വേണ്ട. ന ജനം ന സുന്ദരിയും, അതിസുന്ദരമായിട്ടുള്ള സുഖ സൗകര്യങ്ങളോ അങ്ങനത്തെ സ്ത്രീകളോടുമായിട്ടുള്ള സംഗമോ എനിക്ക് വേണ്ട. കവിതാംബ ജഗദീശ കാമയെ, അതായത് എനിക്ക് എന്താണ് കീർത്തനമൊക്കെ പാടുന്നത് എന്താണ്? ജഗദീശന്റെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഹരിനാമ കീർത്തനം പാടണം.
മമ ജന്മനി ജന്മനീശ്വരേ, ഞാൻ എത്ര ജന്മം എടുത്താൽ വേണ്ടില്ല. മമ ജന്മനി ജന്മനീശ്വരി ഭവതാർ ഭക്തിരഹൈതുകീത്തൈ, അങ്ങയുടെ പരമഭക്തിയല്ലാതെ ഒന്നും എനിക്ക് വേണ്ട. എത്ര ജന്മം എടുത്താലും ആ ജന്മത്തിലൊക്കെ തന്നെയും എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് അവിടുത്തെ അഭൗതികമായിട്ടുള്ള ഭക്തിയും അവിടത്തേക്ക് സേവ ചെയ്യുക, ഇത് മാത്രം മതി എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കല്ലും മണ്ണും സ്വർണവും എല്ലാം തന്നെ ഒരുപോലെ ആണ് എന്ന് പറയുന്നു ചൈതന്യ മഹാപ്രഭു. അവിടെ പറഞ്ഞിരിക്കുന്നു, കൃഷ്ണൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അടുത്ത ശ്ലോകം 9. ഉദാസീന മധ്യസ്ഥദ്വേഷ ബന്ധുഷു സാധുഷ്വപിച ചാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃന്മിത്രാരുദാസീന മധ്യസ്ഥദ്വേഷ ബന്ധുഷു സാധ്വശ്വപിച ചാപേഷു സമബുദ്ധിർവിശിഷ്യതേ. മിത്രാരുദാസീന മധ്യസ്ഥദ്വേഷ ബന്ധുഷു സാധുഷ്വപിച ചാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഹരേ കൃഷ്ണ. ഡോക്ടർ ശ്രീരഞ്ജനി മാതാജി. അവൈലബിൾ അല്ല. ശാന്തകുമാരി മാതാജിക്ക്. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 9. സുഹൃന്മിത്രാതുചാസീനമദ്യസ്ഥദ്വേഷബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. സുഹിന്മിത്രാദുരസീന മധ്യവിദേഷു ബന്ധുഷു സാധുഷഭി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ ശിലപ്രഭാ. സുഹൃന്മൃത്യുദാസീന മധ്യസ്ഥ ദ്വേഷ ബന്ധുഷു. സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, ദ്വേഷൻ, ബന്ധു എന്നിവരാലും സ്വാദുഷു അഭി സർവ്വജനങ്ങളിലും പാപേഷു പാപികളിലും സമബുദ്ധിയുള്ളവൻ വിശിഷ്യതയെ വിശിഷ്ടനാകുന്നു. സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ഈർഷ്യാലുക്കൾ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെയെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ്. അപ്പൊ ഈ ധ്യാനയോഗം ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന സമയത്ത് ഭഗവാൻ പറയുകയാണ്, നമ്മുടെ സ്വന്തം സുഹൃത്തുക്കള്, ഗുണകാംക്ഷികളായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ, നമുക്ക് അഭ്യുതകാംക്ഷി അല്ലെ. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നതു, ഞാനിടോ താപത്രയവും വിഷാദവും തീർന്നു പോകും, ആപത്ത് മറ്റുള്ളവയും അകന്നു പോകും. ഇതാരോട് പറഞ്ഞു? ഹരിബോൽ. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നതു, ഞാനിടോ താപത്രയവും വിഷാദവും തീർന്നു പോവും, ആപത്തു മറ്റുള്ളവയും അകന്നു പോവും. ആദിത്യ ഹൃദയം. ഹരേ കൃഷ്ണ. ആദിത്യ ഹൃദയം ആരോട് പറഞ്ഞു? ശ്രീരാമനോട് പറഞ്ഞു അല്ലെ? ആര്? അഗസ്ത്യമുനിയാണോ? അഗസ്ത്യമുനി ആദിത്യ ഹൃദയം പറയുമ്പോൾ തുടങ്ങി അഭ്യുദയം അല്ലേ. അപ്പൊ ആ അഭ്യുദയം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭ്യുദയകാംക്ഷി, നല്ലത് വരാൻ വേണ്ടിയിട്ട് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലേ. ഭഗവാന് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള അഗസ്ത്യമുനി ആഗ്രഹിച്ചു. കാര്യം അത് ഭഗവാന്റെ ഇച്ഛയിൽ ഭഗവാൻ ഒരു സേവ കൊടുത്താണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ ഭഗവാന്റെ കാര്യങ്ങളിലൊക്കെ തന്നെ എന്താണ്, മഹാദേവൻ വന്നതും മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം തന്നെ ഭഗവാന്റെ ഇച്ഛയാൽ സംഭവിച്ചതാണ് അതെല്ലാം അല്ലെ. അപ്പം ഭഗവാൻ ഒരാളും അഭ്യുദയം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടിയും ഭഗവാന്റെ സേവയില് നമുക്കൊക്കെ തന്നെ
ഭഗവാൻ പങ്കാളിത്തം തരുന്നതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അല്ലെ. ഇവിടെ അഗസ്ത്യമുനിക്ക് ഒരു ചാൻസ് കൊടുത്തു അല്ലെ. പക്ഷെ അഗസ്ത്യമുനി അപ്പൊ അവിടെ പറയാണ്, അഭ്യുദയം നിനക്ക് ആശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് ഞാനും എന്താണ് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിക്കാണ്ട് വന്നാണ്. രാവണനെ വധിക്കാനായിട്ട് എന്താണ് ഭഗവാന് പറ്റാതെ വന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും ആ രാവണനെ വധിക്കാനായിട്ട് ഭഗവാൻ ശക്തി ഇല്ലാഞ്ഞിട്ട് ഒന്നും അല്ല, അവിടെ ആ ഒരു അഗസ്ത്യമുനിയുടെ ആ ഒരു ഈ ഒരു മന്ത്രം, ആദിത്യ ഹൃദയ മന്ത്രത്തിന്റെ ആ ഒരു പവർ അവിടെ കാണിക്കുക. അതുപോലെ ആദിത്യ ദേവന് നോട് ഭഗവാന് ചെയ്യുന്ന ഒരു എന്താണ് ഒരു 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 കൃപയാണ്, അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ആദിത്യ ഭഗവാന്റെ മന്ത്രം ജപിച്ചിട്ടാണ് ഭഗവാനെ ഈ പൂർണ്ണ മനുഷ്യാവതാരത്തിൽ ആയിരുന്ന ഭഗവാൻ എന്ത് ചെയ്യുന്നത്, ഈ രാവണനെ വധിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ. അപ്പൊ ആ ഗുണകാംക്ഷികളായിട്ടുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിപ്പോ കണ്ടത്. ശത്രുക്കൾ, ഉദാസീനന്മാർ. ഉദാസീനന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിനോട് ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നുമില്ല, ഇങ്ങനെ വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, എന്തെങ്കിലുമൊക്കെ എന്താണ് സംസാരിച്ചു അവിടെ എവിടെയൊക്കെ വെറുതെ പോയിരിക്കുക, പിന്നെ കുറെ നേരം കിടന്ന് ഉറങ്ങുക, പിറ്റേ ദിവസം അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയത്തില്ല, അതുപോലെ തന്നെ എന്താണ് പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും ഒന്നും ചെയ്യില്ല, അങ്ങനെ നടക്കുന്ന ഒരാൾക്കാരാണ് അല്ലെ. ഈർഷ്യാലുക്കൾ, പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഉയർച്ചയില്ല അല്ലെ, എപ്പോഴും കമ്പാരിസൺ ചെയ്തിട്ട് ഈർഷ്യയാണ് അല്ലെ. നമുക്കറിയാം ചില സമയങ്ങളിൽ നമുക്ക് ഈ ആൾക്കാരൊക്കെ തന്നെ ഇപ്പം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ സെൽഫി പരിപാടി കുറച്ചു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല. സെൽഫികളൊക്കെ ഒരുപാട് കുറച്ചു എന്ന് ഞാൻ എൻ്റെ ഒരു പോസ്റ്റും കണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളിങ്ങനെ ദൂരെ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സെൽഫി ഒക്കെ ഇട്ട് നമ്മൾ ആരും ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാനുള്ള സാധ്യത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാണ് അല്ലെ. ഞങ്ങൾ ആരും ഇവിടെ ഇല്ല, അപ്പൊ നമ്മുടെ വീടൊക്കെ എന്താണ് തല്ലിപ്പൊളിച്ച് കയറി വേണമെങ്കിൽ അവിടെ ഉള്ളത് വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകാന്നുള്ളൊരു സൂചന കൊടുക്കുവാണ് എന്നുള്ള ഒരു ഇത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉയർച്ചയിൽ ഇതുപോലെ എത്രയോ പേര് കാണുന്നുണ്ടല്ലേ, ഇതിനൊന്നും പോകാനും പറ്റാനും ഈ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യാനും പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലേ. അവർക്കൊക്കെ ഈർഷ്യ ഉണ്ടാവും നമ്മളോട് അല്ലേ. അല്ല, അസൂയ, കുശുമ്പ്, ഇങ്ങനെയൊക്കെയുള്ള ചിലരുടെ ദൃഷ്ടി, ചിലരുടെ കണ്ണീർ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതിനിപ്പുറം തന്നെ നമുക്ക് നല്ലത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ടല്ലേ. അപ്പൊ ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണീർ പറ്റാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഉപ്പ് അതിനൊരു നല്ലൊരു ഇതാണല്ലേ, ഈ നെഗറ്റീവ് എനർജി വലിച്ചിരിക്കുന്നത്. ഉപ്പ് നമ്മൾ പണ്ടൊക്കെ നാട്ടിൽ അമ്മമാര് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം എന്തായിരുന്നു, ഈ ചുവന്ന മുളക്, റെഡ് ചില്ലി ഇല്ലേ, ചുവന്ന മുളക് എടുത്തിട്ട് അതും കടുകും ഉപ്പൂടെ കൂടി എന്ത് ചെയ്യും, 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ഈ ഈ അടുപ്പിന്റെ അകത്ത് കൊണ്ടിടും അല്ലെ. അതൊരു നല്ല മാർഗമാണ്. കാര്യം നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി കളയാൻ, ഭസ്മീകരിച്ച് കളയാനായിട്ടുള്ള ഒരു നല്ല മാർഗമാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടോ, ദൃഷ്ടിയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് സംശയം തോന്നാം അല്ലെ. പക്ഷെ ഞാൻ അതിൽ കുറച്ചൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചിലർക്കൊന്നും വിശ്വാസമില്ല, വിശ്വാസം ഇല്ലാത്തവർ വിശ്വസിക്കേണ്ട. പക്ഷെ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. കാര്യം സ്വന്തം അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് അസുഖമൊന്നുമില്ലാതെ ഒരവസ്ഥ ഞാൻ ഒരു 2 വർഷം മുൻപേ ഉണ്ടായി. പക്ഷെ ഇതേപോലെ തന്നെ ഞാന് എവിടെയെല്ലാം പോയി, അമൃത വരെ പോയി ചികിത്സിച്ചിട്ട് നോക്കിയിട്ട് എനിക്ക് അസുഖം എന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ഇതുപോലെ തന്നെ നെഗറ്റീവ് എനർജി മാറ്റുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ അസുഖം എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു ചികിത്സ ഇല്ലാതെ മാറി. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ആധുനികമായിട്ടുള്ള സയൻസ്, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള പോസ്റ്റ് കൂടുതൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കിടക്കുന്നതിന്റെ അടുക്കൽ കൊണ്ടൊരു പാത്രത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് രാവിലെ വരുമ്പോൾ അത് കറുത്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി മുഴുവൻ ഈ ഉപ്പ് ആവാഹിച്ചു എന്നാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. പിന്നെ ഇത് നമുക്കിപ്പോ ഗ്യാസ് സ്റ്റവ് ഉള്ളവർക്കൊന്നും ഇത് ഒഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റവിനകത്ത് കൊണ്ട് ഇട്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഒരു മൺചട്ടി വെച്ചിട്ട് ആ മൺചട്ടിയിൽ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് അതിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് അതിനകത്തിട്ട് വറക്കും. അപ്പൊ എന്ത് ചെയ്യാണ്, സ്മെല്ലൊന്നും
വന്നിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ആരോ നമുക്ക് ദൃഷ്ടി തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അതില് കുറച്ചൊക്കെ വാസ്തവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പോകും എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ഈർഷ്യാലുക്കൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളുടെ ഉയർച്ചയിലും അതുപോലെ ഞാനിങ്ങനെ യൂട്യൂബും ഇതിലും മറ്റേ എന്താ പറയുന്നത്, ഇതിലും വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എന്നെ ഒരാഴ്ച എന്നെ അനക്കാതെ ഇരുത്തി. കാര്യം എനിക്ക് ശബ്ദം അങ്ങ് പോയി. കഴിഞ്ഞ പ്രാവശ്യം രാമായണം വായിച്ച്, കർക്കിടക മാസത്തിൽ 32 ദിവസം രാമായണം വായിച്ച് ഓൺലൈനിൽ വായന ഉണ്ടായിരുന്നു. അതിന് ഇപ്പൊ എന്റെ ശബ്ദം പോയി. അപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഒരാൾ എന്നോട് പറഞ്ഞു ശബ്ദം പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു, ഒരു പ്രഭുവാണ്, കൃഷ്ണാപുരത്തില്ല പ്രഭുവാണ് പറഞ്ഞത്, പ്രഭു ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടുള്ള സംഭവമാണ്, പ്രഭു ഒന്ന് കരുതിയിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഉള്ള ഇനി മറുകൃതിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തൊന്നുമില്ല. ഞാൻ മെഡിസിൻ കഴിച്ചു, അത്രയുള്ള മെഡിസിൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ മെഡിസിൻ ആന്റിബയോട്ടിക് പാതി വെച്ച് നിർത്തി. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പം. അപ്പൊ അങ്ങനെ ശബ്ദമൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഈർഷ്യാലുക്കൾ, പിന്നെ ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെ എല്ലാ സമഭാവനയോടെ വീക്ഷിക്കുന്നവർ അല്പം കൂടി പുരോഗതി നേടിയവനാണ്. അപ്പം നമ്മള് ഇവരെയൊക്കെ സമഭാവനയോടെ നേരിടണമെങ്കിൽ നമ്മൾ ആ ഒരു യോഗചര്യ അഭ്യസിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളുള്ള ഈർഷ്യാലുക്കളെയൊക്കെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുമോ? നമ്മളോട് ഈർഷ്യ പുലർത്തുന്നവരൊക്കെ നല്ല രീതിയിൽ കാണാൻ, നമുക്കിട്ട് പാര പണിതവർക്കിട്ടും ഒക്കെ നല്ലതായിട്ട് കാണാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ലല്ലേ. നമ്മൾ അവരുടെ അഭ്യുത വരുത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? അവർക്ക് നല്ലത് വരുത്താനായിട്ട് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, മംഗളാരതി ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഫോളൻ സോൾസിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാട് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് ജീവാത്മാക്കൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞ് നടപ്പുണ്ട്. ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ ചുറ്റുമൊക്കെ ഇരിപ്പുണ്ടല്ലേ. നമ്മള് ഈ ചെയ്യുന്നതെല്ലാം അവർക്കെല്ലാം ബെനിഫിഷ്യറി ആണ് അല്ലെ. ചുറ്റുമുള്ള ഈ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത ആ ജീവാത്മാക്കൾക്കൊക്കെ ഇതാണ് നമ്മൾ ഹരിനാമം ഉറക്കെ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ തന്നെ അവർക്കൊക്കെ പ്രയോജനം നേടുന്നുണ്ട് അല്ലെ, കിട്ടുന്നുണ്ട്. അപ്പം ഇവരെ എല്ലാം ബന്ധുക്കളെയും, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബന്ധുക്കളൊക്കെ ശത്രുക്കളാണ് നമ്മുടെ. എത്ര പേർക്ക് ശത്രുക്കളല്ലാതെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നിങ്ങളോട് കൈ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ശത്രുക്കളല്ലാത്തവർ വേണേ 1-2 പേര് പൊക്കുമായിരിക്കും, ബാക്കിയുള്ളവർക്കൊക്കെ ശത്രുക്കളായിരിക്കും അല്ലെ. ബന്ധുക്കൾ, ശത്രുക്കൾ. ഈ ശ്രീകുമാരൻ തമ്പി ആ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മള് വിചാരിച്ചില്ല. അപ്പൊ നമ്മളുടെയൊക്കെ എത്രയോ കാലങ്ങൾ മുതലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാം ബന്ധുക്കളെ ഏറ്റവും വലിയ ശത്രുക്കൾ. അത് കഴിഞ്ഞ് നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലായി നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ഡീപ്പായിട്ട് ധ്യാനയോഗത്തിൽ നിന്ന് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നും മനസ്സാണ് ഏറ്റവും വലിയ മിത്രം എന്നും മനസ്സിലാക്കി അല്ലെ. അപ്പൊ എത്ര ആ ഒരു നോളജ് എത്ര ഡീപ്പായിട്ട് പോയി അല്ലെ, എത്ര കൃത്യമായിട്ട് അതിന്റെ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ കലിയുഗത്തിൽ വന്നപ്പോൾ എന്താണ് നമ്മളുടെ ഈ മമ അല്ലെങ്കിൽ അഹം, ഈ പറഞ്ഞ 2 അക്ഷരങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ബാക്കിയുള്ള യുഗങ്ങളിലൊക്കെ അസുരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അസുരൻ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ യുഗത്തിൽ, കലിയുഗത്തില് അല്ലെ. അപ്പൊ മറ്റ് യുഗങ്ങളിലുള്ള ആയുധങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ ഈ അസുരനെ വധിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ അസുരനെ വധിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്താണ്? മറ്റ് യുഗങ്ങളിലൊക്കെ ഭഗവാൻ പല പല ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചു അല്ലെ, പല പല അവതാരങ്ങളെടുത്തു, പല രീതികളിലൊക്കെയാണ് ഈ അസുരന്മാരെ വധിച്ചുകൊണ്ടിരുന്നത് അല്ലെ. പക്ഷെ ഈ യുഗങ്ങളില് ഈ അസുരന്മാരെ, നമ്മുടെ ഉള്ളിൽ കൂടി ഇരിക്കുന്ന അസുരന്മാരെ വധിക്കാനുള്ള ആയുധം ഏതാണ്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശന, പ്രണാമോ ദുഃഖശമന, തം നമാമി ഹരിം പരം. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട്, എന്താണ്? കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായ യജന്തസി സുമേധസ. ബുദ്ധിയുള്ള ആൾക്കാർ കലിയുഗത്തിൽ നാമസങ്കീർത്തനം ഫോളോ ചെയ്യും. കാര്യം എന്തുകൊണ്ടാണ്? കൃഷ്ണവർണം തുഷാകൃഷ്ണം, അതായത് കൃഷ്ണന്റെ വർണ്ണത്തിൽപ്പെട്ട, അതായത് കൃഷ്ണൻ തന്നെ, കൃഷ്ണന്റെ ഗോത്രത്തിൽ പിറന്ന, അതായത് കൃഷ്ണൻ തന്നെ. തുഷാകൃഷ്ണൻ എന്നാൽ കാഴ്ചയില് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നിറം, അതായത് സ്വർണ്ണവർണ്ണം.
സാങ്കോപാങ്കാസ്ത പാർഷദന്മാരോട് കൂടി ആണ് അവതരിച്ചത്. എല്ലാ അവതാരങ്ങളിലും ഭഗവാൻ അങ്ങനെ തന്നെ വരുന്നുണ്ട്, ചില അവതാരങ്ങൾ ഒഴിച്ചിട്ട്. നരസിംഹ അവതാരത്തിൽ നമ്മൾ കണ്ടില്ലല്ലോ പാർഷദന്മാരെ, അല്ലെ? ബാക്കിയുള്ള മിക്കവാറും അവതാരങ്ങളിൽ ഭഗവാൻ പാർഷദന്മാരോട് കൂടിയാണ് വരുന്നത്. സാങ്കോപാങ്കാസ്ത പാർഷദം. പിന്നെന്താണ്? അസ്ത്രങ്ങള്. ഇവിടെ അസ്ത്രങ്ങൾ ഉണ്ടായിരുന്നോ? ഈ സ്വർണ്ണവർണ്ണത്തിൽ ഭഗവാൻ വന്നപ്പോൾ അസ്ത്രങ്ങൾക്ക് പകരം ഹരിനാമമായിരുന്നു, ഹരിയായിരുന്നു. ആ ആ ഹരേർ നാമ ആ ഹരിക്കുന്ന ആ ഒരു അസ്ത്രവുമായിട്ടാണ് ഭഗവാൻ വന്നത്. സംഗോപാങ്കാസ് യജ്ഞ സങ്കീർത്തന പ്രായേ. എന്ത് വിഭാവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നാമസങ്കീർത്തന യജ്ഞം വിഭാവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്, അല്ലേ? നാമസങ്കീർത്തന യജ്ഞം വിഭാവനം ചെയ്യാനായിട്ട് ചൈതന്യ മഹാപ്രഭു ആയിട്ട് ഭഗവാൻ അവതരിച്ചു കലിയുഗത്തില്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ നമുക്ക് ഇവരെയൊക്കെ സമഭാവനയോടുകൂടി കാണാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃഷ്ണാവബോധത്തിൽ നമുക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ, അല്ലെ? നമ്മളോട് എന്റെ മനസ്സിൽ എന്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എന്റെ വീടിന്റെ അടുത്തേക്ക് പോകാനായിട്ട്, എന്റെ തറവാട്ടിലെ അവിടെ താമസിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. കാര്യം എനിക്ക് അതിന് ചുറ്റോടിയിട്ടുള്ള ആൾക്കാരെ ഒന്നും ഇഷ്ടമല്ല. കാര്യം അച്ഛന്റെ ബന്ധുക്കളാണ് എല്ലാവരും. എനിക്ക് ഒരാളെ ഇഷ്ടമല്ല. കാര്യം ഒരുപാട് കേസും വഴക്കും പ്രശ്നങ്ങളും, നമ്മുടെ വീട് കയറി ആക്രമിക്കുക അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ ഉണ്ടാക്കി തന്നതാണ് എനിക്ക് നമ്മുടെ വീട്ടുകാർക്കൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ അത് കാരണം അവരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് അവിടെ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഏറ്റുമാനൂരും ഗുരുവായൂരും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിട്ടാണ് നിൽക്കാനായിട്ട് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം എന്താണ്, നമ്മൾ അവരോടുള്ള നമ്മളുടെ ഉള്ളിലുള്ള ഈർഷ്യ നമ്മൾ പോയി നമ്മൾ എന്താണ്, നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കി അവരെ എല്ലാം തന്നെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കൃഷ്ണാബോധത്തിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഉള്ള എല്ലാ ഇതും മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് പുരോഗതി പ്രാപിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, അവരോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മള് പ്രാക്ടീസ് എല്ലാം, നമ്മുടെ ഓരോ പ്രാക്ടീസിലും നമ്മൾ ഈ നമ്മളുടെ ഓരോരോ മോശമായിട്ടുള്ള സ്വഭാവങ്ങളെ നമ്മൾ എടുത്തു കളയാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി ഇപ്പോൾ അടുത്തത് ഹരിനാമകീർത്തനാണ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം? ആർക്ക് സംശയമില്ല? പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, മനസ്സിലാക്കിയവര്. ആർക്കൊന്നും മനസ്സിലായില്ലേ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു? ആദ്യം പ്രഭു മനസ്സിലാക്കിയിട്ട് വാ, അല്ലെ? പ്രഭു ഈ കാര്യമൊക്കെ ജീവിതത്തിൽ നടപ്പാക്കിയിട്ട് വാ, എന്നിട്ട് ഞങ്ങളോട് പറ എന്നായിരിക്കില്ല നിങ്ങൾ ഓരോരുത്തർ ഉദ്ദേശിക്കുന്നല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ പൊട്ടനായിട്ടാണോ? ഞാൻ പറയണ്ടായിരുന്നല്ലേ? ഹരേ കൃഷ്ണ എനിക്ക് പ്രഭു. പറയട്ടെ. പറയൂ. ജ്ഞാനം കൊണ്ടും ആത്മസാക്ഷാത്കാരം കൊണ്ടും സംതൃപ്തനായ ഒരാളെ യോഗി എന്ന് പറയുന്നു. അദ്ദേഹത്തിന് കല്ലും മണ്ണും സ്വർണവും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അതുപോലെ സുഖവും ദുഃഖവും ഒക്കെ ഒരേപോലെ സമചിത്തതയോടുകൂടി അദ്ദേഹം കാണുന്നു. അങ്ങനെയുള്ള മനസ്സിന്റെ മാലിന്യങ്ങളൊക്കെ കഴിഞ്ഞ ഭൗതികതയ്ക്ക് അതീതനായ അങ്ങനെയുള്ള യോഗി പുണ്യദേശങ്ങളിൽ, അതായത് ഭഗവാന്റെ ലോകത്തിൽ തന്നെ ധ്രുവലോകം പോലുള്ള ആ ലോകങ്ങളിൽ പോയി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് ഹരിനാമകീർത്തനത്തിലേക്ക് പോവാം. ഗീതാ മാതാജിക്ക് പോയിന്റ് ഒന്നുമില്ല?
ഒന്നും കേൾക്കാൻ വയ്യ, മാതാജി മ്യൂട്ടില്ല. ഒന്നും പറഞ്ഞില്ല, പറയാൻ ശരി. ആലോചിക്കുന്നേ ഉള്ളൂ. കൃഷ്ണ. ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ട് മനസ്സിനെ കീഴടക്കിയവന് എന്നും ശാന്തിയും അതുപോലെ ധ്രുവലോകവും മരണശേഷം ധ്രുവലോകവും ലഭിക്കും. മാതാജി ഇന്ന് വേറെ മൂഡിലിരുന്നെന്ന് തോന്നുന്നല്ലേ? എന്തോ പോയിന്റ് ഒപ്പിച്ച് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. കൊച്ചുമകൻ കൂടെ ഇരുന്നുകൊണ്ടാണോ? സാരമില്ല. ഒന്ന് നോക്കാൻ സമ്മതിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പൊ ഇന്ന് ഹരിന ആത്മസംസ്കാരം ആ സിദ്ധിച്ചവനാണ് കൃഷ്ണൻ സ്വയം സമർപ്പിതനാകയാൽ തികച്ചും നിയന്ത്രിത മനസ്കനായി മാറും. ഹരേ കൃഷ്ണ. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും സംതൃപ്തനായ ഒരാളെ യോഗി എന്ന് ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളെ യോഗി എന്ന് പറയുന്നു. ആ യോഗിക്ക് കല്ലും മണ്ണും സ്വർണവും എല്ലാം ഒരേപോലെ തുല്യങ്ങളാണ്. ആ ഒരു ഇന്നത് ഉയർന്നതെന്നോ താഴ്ന്നതെന്നോ ഒന്നുമില്ല, എല്ലാം സമമായി കാണുന്നു. അങ്ങനെയുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് ഹരിനാമകീർത്തനത്തിലെ ഏത് ശ്ലോകമാണ് നോക്കുന്നത്? ഓർമ്മയുണ്ടോ? 43 43. 43 44 43 44 എടുത്തു. അത് ഉള്ളവരൊക്കെ എടുത്തു. ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ മാത്രം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ തൊട്ടടുത്ത ഞാൻ ഈ വായിക്കുന്ന കേൾക്കുമ്പോൾ തൊട്ടടുത്ത നമ്പർ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾ പേജ് മറക്കുക. 43 ഇനി. ആ ഡക്കാമൃദംഗ തുടി താളങ്ങൾ പോലെ ഉടൻ ഓർക്കാമിതിൻ നിലയിൽ എന്നേടമൂർത്തു മമ നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. ഡക്കാമൃദംഗ തുടി താളങ്ങൾ പോലെ ഉടൻ ഓർക്കാമിതിൻ നിലയിൽ എന്നേടമൂർത്തു മമ നിൽക്കുന്നതില്ല മനമാളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. ഹരേ കൃഷ്ണ. ഇത് ആർക്കെങ്കിലും വായിക്കാനായിട്ട് സാധിക്കുമോ? ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ഈ ശ്ലോകം എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഹരേ കൃഷ്ണ വായിക്കട്ടെ. വായിച്ചോളൂ. ഡക്കാമൃചങ്കചുടിതാളങ്ങൾ കേട്ടനുഭവിക്കാമിതിന്നിലയിലിന്നേടമോർത്തു മമ പാർക്കുന്നതല്ല മമ മാളാനബദ്ധകരിതീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈ ഡക്കാമൃദംഗ തുടി താളങ്ങൾ പോലെയും ഉടൻ ഓർക്കാമതിൻ നിലയിൽ എന്നേടമോർത്തു മമ നിൽക്കുന്നതില്ല മനമാളാന ബദ്ധകരി. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലേ? അപ്പം കുണ്ടലിനി പ്രാണൻ ഷടാധാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? പെരുമ്പറനാദം, മൃദംഗം, കടുംതുടി തുടങ്ങിയ വാദ്യവിശേഷങ്ങൾക്ക് തുല്യമായ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് ഇടയാകും. അപ്പം ഈ യോഗശാസ്ത്ര പ്രസിദ്ധമായ കാര്യം വിചാരിച്ച് എന്റെ മനസ്സ് കെട്ടുകുറ്റിയിൽ തളച്ചിരിക്കുന്ന ആന അകലെയായിട്ടിരിക്കുന്ന ഭക്ഷണ സാധനം കണ്ടാൽ എന്ന പോലെ ആകാംക്ഷാഭരിതമായി തീർന്നിരിക്കുന്നു. അല്ലയോ ഹരിനാരായണ. അതെന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ കുണ്ടലിനി ശക്തി അല്ലെ? എങ്ങനെയാണ് കുണ്ടലിനി ശക്തി നമ്മൾ അറിഞ്ഞല്ലോ അല്ലെ? മൂലാധാരം മുതല് സഹസ്രാരതളം വരെ എന്തിലാണ് ഈ പടികൾ നിൽക്കുന്ന നമ്മുടെ നട്ടെല്ലിൽ അല്ലെ? ഈ 3 പാമ്പുകളുണ്ട് അല്ലെ? 3 പാമ്പുകൾ ഏതാ? ഇഡ, പിങ്കള, സുഷുപ്ന എന്ന് പറയുന്ന 3 പാമ്പുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ? പൊനം തേടി ഇരിക്കുകയാണ് അല്ലെ? അതിന്റെ ആ ഒരു പൊത്ത് എവിടെയാണ് തേടിയ? പൊത്തിലേക്ക് കയറിയാലാണ് ആനന്ദം ഉണ്ടാകുന്നത് അല്ലെ? അതാണ് ഈ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന ഈ പൊത്ത്. അപ്പൊ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഷടാധാരങ്ങൾ കറക്കുന്ന ഈ ഒരു സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ. അപ്പൊ സുധ വർഷിക്കുന്നു, അമൃതം വർഷിക്കുന്ന ആ അവസ്ഥയില് എന്തൊക്കെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം? ഈ പറയുന്ന എന്താണ്? പെരുമ്പറ, മൃദംഗം, കടന്തുടി, അതായതൊക്കെ എന്താണ്? ഇത് ശിവനും അല്ലെങ്കിൽ ശിവശക്തി സംഗമ സ്ഥാനമാണിത് അല്ലെ? അതുകൊണ്ടാണ്
ഈ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അവിടെ കേൾക്കുന്നത്. ഈ പെരുമ്പറയും മൃദംഗവും കടുന്തുടിയും വാദ്യവിശേഷങ്ങളൊക്കെ തന്നെ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ശബ്ദങ്ങൾ കേൾക്കാൻ ഇട്ടുവരുന്നു അതായത് മഹാദേവന്റെ അവതാരമായ ശങ്കരാചാര്യരാണ് ഈ യോഗ പദ്ധതികളൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടു തന്നത് അല്ലെ. നേരത്തെ ഉണ്ടായിരുന്നതാണ്, ശങ്കരാചാര്യർ തന്നെയാണ് തിരിച്ചു കൊണ്ടു തന്നത് നമുക്ക് അല്ലെ. അപ്പൊ അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയില് ഇന്ന് നമ്മൾ മനസ്സിന്റെ കാര്യമല്ലേ പഠിച്ചത് അല്ലെ. അപ്പൊ അതേ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകം തന്നെയാണ് വന്നത്. അപ്പൊ ഒരു ആനയെ ഒരു കുറ്റിയിൽ തളച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആളാനബദ്ധകരി. ഒരു കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആനയെ ഒരു കുറ്റിയിൽ തളച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു കരിമ്പ് അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോഴത്തേന് അതിനെ തിന്നാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൊട്ട ശർക്കര വെച്ചു. അതിന് എത്താൻ പറ്റുന്ന ദൂരത്തേക്കാളും അപ്പുറം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആന കിടന്ന് കാണിക്കുന്ന വെപ്രാളം എങ്ങനെയാണോ അതേപോലെയാണ് മനസ്സ് എന്താണ് ഇങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേനും മനസ്സിങ്ങനെ അത് ചാടി പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ആനന്ദത്തിലേക്ക് അല്ലെ. മനസ്സ് നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ട് കിടന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി വഴി നമ്മൾ നമ്മുടെ പ്രാണനെ എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ പൊത്ത് എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്ന് പറയുന്ന ആ സ്ഥലം, അല്ലെങ്കിൽ സഹസ്രാരദള പത്മം എന്ന് പറയുന്ന ആ ഒരു അമൃത് വർഷിക്കുന്ന സ്ഥലത്ത് എത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് കേട്ടത്. ആ അവസ്ഥ എത്തുമ്പോഴത്തേനും മനസ്സ് എവിടെയായിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന മനസ്സ് അപ്പോഴത്തേന് ആ സമയത്ത് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കിടന്ന് വെപ്രാളപ്പെടുകയാണ്. ഒരു മതയാന എങ്ങനെ കിടന്ന് ഇളകുന്നു ആ രീതിയിൽ മനസ്സ് ഇളകി മറിയുവാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചെല്ലാം. കാര്യം ആനന്ദം എപ്പോഴും മനസ്സിന് വേണം. ആനന്ദം ആസ്വദിക്കുക എന്ന് പറഞ്ഞ് എപ്പോഴും മനസ്സിന്റെ ഒരു ഇതാണ് ശക്തി. ആനന്ദം ആസ്വദിക്കുക എന്ന് പറയുന്ന ആ ഒരു മനസ്സിന്റെ ഒരു സവിശേഷതയാണ്. അപ്പൊ ആനന്ദം എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് പോകാൻ മനസ്സ് ആഗ്രഹിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ശ്ലോകം നമ്മൾ പീരിയിലെ പാടുന്ന എത്രയോ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ദക്ക മൃദംഗ തുടിയ താളൻ. ഞാൻ ഓർച്ചിട്ടുണ്ട് ഇത് എന്തൊക്കെയാ പറയുന്നത് അല്ലെ. എഴുത്തച്ഛൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊക്കെ ആലോചിച്ചു. കൃഷ്ണ ഒന്നിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. അപ്പൊ അടുത്തത് 44. നത്വം വരും പരിജു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലും അതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധം അതു ചിത്തേ പറയേണ്ടതിഹ നാരായണായ നമ. നത്വം വരും പരിജു കർമ്മവ്യുപായമിഹ മധ്യേ ഭവിക്കിലും അതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ പറയേണ്ടതിഹ നാരായണായ നമ. ആർക്കാണ് വായിക്കാൻ പറ്റുന്നത്? വേറൊരാള്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നത്വം വരം പരിജു കർമ്മ വ്യപായമിഹ മധ്യേ ഭവിക്കലുമിതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരു ബോധമതു ചിത്തേ വരുന്നു മമ നാരായണായ നമ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ലോകത്ത് ശരീരയാത്ര തുടർന്നുകൊണ്ടിരിക്കവേ തന്നെ ആനന്ദ സ്വരൂപമായ ബ്രഹ്മരൂപം കൈവരുമാറ് പൂർണ്ണമായ കർമ്മനിവൃത്തി ഉണ്ടായാലും ഇല്ലെങ്കിലും തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ വ്യക്തമായി തെളിഞ്ഞ ജ്ഞാനാനുഭവം വിട്ടുപോകാതെ ഉള്ളിൽ തുടർന്ന് നിലനിൽക്കണം. അലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. അതായത് നമുക്ക് ഈ ലോകത്ത് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആനന്ദ സ്വരൂപമായ പരബ്രഹ്മരൂപം കൈവരുമാറിന് പൂർണ്ണമായ കർമ്മനിവൃത്തി ചിലപ്പോൾ ഉണ്ടാകും. അതായത് ഈ കർമ്മനിവൃത്തി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൂർണ്ണമായിട്ടുള്ള ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അല്ലെ. ഈ പൂർണ്ണ ആനന്ദം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് കർമ്മനിവൃത്തി ഉണ്ടായെങ്കിൽ മാത്രം. അപ്പൊ അങ്ങനെ ഹരേ കൃഷ്ണ. അതെയോ? ഹരേ കൃഷ്ണ. ഇതൊക്കെ കേട്ടായിരുന്നോ? ഞാൻ ചോദ്യം ചോദിക്കുമ്പോ പറയണേ. പറയൂല്ലോ അല്ലേ? ചോദ്യം പറയും. ചോദ്യം പറയല്ലേ, ഉത്തരം പറയില്ല. ആഹാ. ഒന്നുകൂടെ ഹരേ കൃഷ്ണ പറഞ്ഞേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ആ, ഹരേ കൃഷ്ണ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. ഉം. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഈ പൂർണ്ണമായിട്ടുള്ള കർമ്മനിവൃത്തി നമുക്ക് ഉണ്ടായെങ്കിലും പരബ്രഹ്മ സായുജ്യം കൈവര്യമാർ എത്തിയാൽ കൂടി ഈ തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ വ്യക്തമായി തെളിഞ്ഞ ജ്ഞാനാനുഭവം വിട്ടുപോകാതെ ഉള്ളിൽ തുടർന്ന് നിലനിൽക്കുക തന്നെ വേണം. അതായത് നമ്മൾ ഈ കർമ്മനിവൃത്തിയൊക്കെ വന്നിട്ട് ഈ പറയുന്ന ബ്രഹ്മസായുജ്യം കൈവരിക്കുന്ന ഈ ഒരു സ്റ്റേജ് നമ്മൾ ഇവിടെയൊക്കെ എത്തി, നമ്മുടെ മൂലാധാരം ഒക്കെ ചെന്ന് കഴിഞ്ഞ് ആ നമ്മൾ ആ പരമാത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലത്തെ ഒരു അവസ്ഥ, ആ പരമാത്മാവിന്റെ രൂപത്തിൽ നമ്മൾ ആ ആ ഒരു രൂപത്തിലൊരു ആസ്വാദനം ഉണ്ടായിട്ടില്ല എങ്കിലത്തെ അവസ്ഥ എന്താകും എന്നോർത്തിട്ട് എനിക്ക് ഒരു ഒരു ഇണ്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സാധാരണ രീതിയിൽ നമുക്കറിയാം, പരമാത്മാവിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ബ്രഹ്മജ്യോതിയിൽ പോയി വിലയം പ്രാപിക്കേണ്ടി വരും അല്ലെ. അവിടെ പോയാലും നമുക്ക് എന്താണ്, നമുക്ക് വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് അധപ്പതിക്കേണ്ടി വരും. അപ്പം ഈ നമ്മള് ഈ ബ്രഹ്മസ്വരൂപം കൈമരുമ പരമാനന്ദ സ്വരൂപമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത്, പരമാനന്ദ സ്വരൂപമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത്, പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേർന്നെങ്കിൽ കൂടിയും നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ പരമാത്മാ ബോധം ഉണ്ടായിട്ടില്ല എങ്കിൽ, അപ്പൊ ഈ തത്വങ്ങൾക്കുള്ള എല്ലാം ഇൻഗ്രീഡിയൻസ് കൊടുത്ത, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഉദ്ഭവമായ പരമാത്മാവില് നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ അത് നമ്മളെ വീണ്ടും അധപ്പതിക്കാനിടയാകും. അതുകൊണ്ട് അങ്ങനെ ഒരു തത്വാനുഭവം എനിക്ക് വന്നു ചേർക്കണേ ഭഗവാനെ എന്നാണ് ഇവിടെ പറയുന്നത് കുഞ്ചത്ത് രാമാനുജൻ. ആ ഒരു തത്വാനുഭവം എനിക്ക് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണേ ഭഗവാനെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മള് ഏകദേശം 44 വരെ എത്തി. ഇനി ഇത്ര 51 അക്ഷരം അല്ലേ 51 അക്ഷരം. അപ്പൊ 51ലേക്കൊക്കെ അടുക്കാറായി. ഹരിനാമകീർത്തനം കഴിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും പേര് ഇരുന്നല്ലോ ഹരിനാമകീർത്തനം കേൾക്കാനായിട്ട്. ഞാൻ ഹരിനാമകീർത്തനത്തിന്റെ വീഡിയോ ഞാൻ ഇടാറുണ്ടായിരുന്നു, ചെറിയ ചെറിയ ഓരോ ശ്ലോകങ്ങളായിട്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഞാൻ നോക്കിയപ്പോ കണ്ടു, നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും തന്നെ അത് കാണാറുമില്ല, ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാറില്ല. ഞാനിത് ഈ സൂമിൽ 15,000 രൂപ കൊടുക്കണം ഒരു വർഷത്തേക്ക്. ഞാനത് ലൈവിലേക്ക് ആക്കാൻ വേണ്ടി ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ 5 വർഷമായിട്ട് 15,000 രൂപ ഞാൻ പേ ചെയ്തോണ്ടിരിക്കുക. അതെ അല്ലേ മാതാജി? അതിനകത്ത് ലൈക്ക് സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും അതിലേക്ക് വന്ന എങ്കിൽ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാതാജിക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരും. ഫോളോ, ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ അയച്ചാലും ഇല്ലേലും വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങള് പരമാവധി അറിയാമെങ്കിൽ ആരുണ്ടെങ്കിലും ചോദിച്ചത് അത് ശരിയാക്കി വെക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി വരും. എന്നിട്ട് അതിൽ നിങ്ങൾ എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കണം. അങ്ങനെ ആണെങ്കിലേ പബ്ലിക് അത് കാണുള്ളൂ. അങ്ങനെ കുറെ പേര് അതിനകത്ത് ഹരേ കൃഷ്ണ എന്നെങ്കിലും ഇട്ട് നിങ്ങൾ അതൊരു കുറച്ച് പേര് കാണണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ തുറക്കുമ്പോഴേ അവരുടെ മുൻപിലേക്ക് ഇത് വരണമെങ്കിൽ നിങ്ങളൊക്കെ കാണുകയും ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ കമന്റ് ഒക്കെ അടിച്ചാലേ ഉള്ളൂ ഇത് ഫർദറായിട്ട് ആൾക്കാർ നോക്കുമ്പോഴേ ആ പേജ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഒരുപാട് പുറകിലായി പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് അറിയാൻ പറ്റാത്തവര് മറ്റുള്ളവരോടൊക്കെ ചോദിച്ചത് മനസ്സിലാക്കുക, പഠിക്കുക. എന്നിട്ട് നമുക്ക് തുടർന്ന് അടുത്ത വർഷം, ഈ വർഷത്തെ ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അടുത്ത വർഷമെങ്കിലും ഈ സൂം നമുക്ക് അവസാനിപ്പിച്ചിട്ട് ലൈവിലേക്ക് ആകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. രാമായണ മാസം എല്ലാവരും ഒക്കെ ആചരിക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഹനുമാൻ സ്വാമിയുടെ എല്ലാം കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. മാഞ്ചകൽപതരുപശ്ച കൃപാസന്ധിച്ച പ്രധാന പാവനയ്ക്ക് വൈഷ്ണവയ്ക്ക് നമോ. ആനന്ദകോടി വൈഷ്ണവ് കീചാരി. ഹരേ കൃഷ്ണ പ്രഭു. ഞങ്ങള് അടുത്ത മാസം